ഓക്കെ, നമ്മൾ ഇന്ന് കണ്ടിന്യൂയിങ് ദ റെവലേഷൻ ബൈബിൾ സ്റ്റഡി. വെളിപാടിൻ്റെ എന്ന വേദപുസ്തക ഭാഗത്തിൽ നമ്മൾ ബൈബിൾ സ്റ്റഡി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വെളിപാടാണത്, അല്ലേ? വേഗത്തിൽ സംഭവിക്കാനുള്ളതും തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യേശു ക്രിസ്തുവിനെ കൊടുത്തു. യേശു ക്രിസ്തു അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പത്മോസ് ദ്വീപിൽ ഏകനായി നിന്ന യോഹന്നാൻ എന്ന ദൈവത്തിൻ്റെ ആ പ്രിയദാസൻ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി ദൈവം കാണിച്ചു കൊടുക്കുന്നത് കാണുകയാണ്. നീ കാണുന്നതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മിർന, പെർഗമോസ്, തയത്താര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് എഴുതുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു സ്വരത്തിൽ ദൈവം യോഹന്നാനോട് സംസാരിക്കാനുണ്ടായി. എന്നിട്ട് ഏറ്റവും അവസാനം പറയും, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും അതാണ് എഴുതുവാൻ പറഞ്ഞത്. നീ കണ്ടത് എന്താണ്? കണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ദർശനം, അതായിരുന്നു കണ്ടത്. പിന്നെ ഇപ്പോൾ ഉള്ളത് അതാണ് ഈ 7 സഭകളോടുള്ള ഈ 7 കത്ത്. ഇനി സംഭവിക്കാനിരിക്കുന്നത്, അതായത് ഈ 7 സഭകൾക്ക് എഴുതിയിരിക്കുന്ന കത്തിന് ശേഷം സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് യോഹന്നാൻ പിന്നെ എഴുതുന്നത്. നമ്മളിപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത് അതിൻ്റെ 7ാമത്തെ സഭയിലാണ്. ലാവോദീസിയ എന്ന് പറയുന്ന 7ാമത്തെ സഭയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം ദൈവവചനത്തിൽ ധ്യാനിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ദൈവവചനവുമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് സമയം ചിലവഴിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഓരോ കത്തിലും ഒരു 7 ഡിസൈൻ എലമെൻ്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ലാവോദീസിയ എന്ന നമ്മൾ മറ്റ് എല്ലാ സഭകളുടെ കാര്യങ്ങൾ നോക്കിയാലും നമ്മൾ ആ നഗരത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണ്. കാരണം എന്തുവാ, നമ്മൾ മറ്റേ 7 കത്തിൽ നമുക്ക് മനസ്സിലായി ആ സിറ്റിയുടെ അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ പ്രത്യേകതകൾ ആ സഭകളിലും നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയ പല കാര്യങ്ങളും അതിനെ തുടർന്ന് തന്നെ അല്ലെങ്കിൽ അതിനെ സ്പർശിക്കുന്നതായിട്ട് തന്നെയായിരുന്നു പരാമർശിക്കുന്ന പല കാര്യങ്ങളും. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാണോ ഒരു സിറ്റി, ആ സിറ്റിയുടെ പല നേച്ചറുകൾ, ആ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ ആ സഭയിലും കണ്ടുവന്നിരുന്നു. അപ്പം ലാവോദീസിയ സഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാവോസിയ എന്നൊരു സ്ഥലത്തായിരുന്നു. അത് ഈ അസോപ്പസ് അല്ലെങ്കിൽ കാപ്രസ് എന്ന ചെറിയ നദികളുടെ ഇടുങ്ങിയ താഴ്വരകളിടയിലുള്ള ഒരു കുന്നിൻ്റെ നീണ്ട ചരിവിലാണ് ഈ ലാവോദീസിയ എന്ന നഗരം സ്ഥിതി ചെയ്തിരുന്നത്. ഈ നദികളെല്ലാം ലൈക്കസ് എന്നൊരു നദിയിലേക്കാണ് വെള്ളം ഒഴുക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ലൈക്കസ് എന്ന നദിയുടെ തീരത്തായിരുന്നു ഈ ലാവോദീസിയ എന്ന നഗരം തന്നെ. ഇതൊരു പ്രധാന വ്യാപാര പാതയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. അതിൻ്റെ പരിസരത്ത് നിരവധി പ്രധാനപ്പെട്ട പുരാതന നഗരങ്ങളുണ്ടായിരുന്നു. കൊലോസിയ, നിങ്ങൾ കേട്ട് കാണും, കൊലോസിയ എന്നൊരു നഗരം. അത് അവിടെ നിന്ന് 17 കിലോമീറ്റർ പടിഞ്ഞാറും ഹീറോപോളിസ് എന്ന വേറൊരു വളരെ പ്രശസ്തമായ ഒരു സിറ്റി ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമായിരുന്നു തെക്കോട്ടായിരുന്നു ആ സിറ്റി. പിന്നെ എഫെസസ്, നമ്മൾ ആദ്യം എഴുതിയ ആദ്യത്തെ കത്ത് എഴുതിയ ആ സിറ്റി ഇവിടെ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്നു. ഈ ലാവോദീസിയ എന്ന സ്ഥലം വരാനൊരു കാരണമുണ്ട്. സെലൂസഡ് സാമ്രാജ്യത്തിലെ രാജാവായ ആന്റിയോക്കസ് ദ സെക്കൻഡ് എന്ന് പറയുന്ന ആ രാജാവ് തൻ്റെ ഭാര്യയോടുള്ള ബഹുമാനാർത്ഥം സ്ഥാപിച്ച ഒരു സ്ഥലമാണ് ഈ ലാവോദീസിയ എന്ന സ്ഥലം. കാരണം ഭാര്യയുടെ പേര് ലാവോദീസ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാര്യയുടെ ബഹുമാനാർത്ഥം നമ്മുടെ താജ്മഹൽ എന്ന് പറയുന്ന പോലെ ആ സിറ്റിക്ക് പേര് കൊടുത്തു. എൻ്റെ ഭാര്യയുടെ ബഹുമാനാർത്ഥം അല്ലെങ്കിൽ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് ആ സിറ്റിക്ക് ലാവോദീസിയ എന്ന് പേര് കൊടുത്തു. അപ്പം ഈ ലാവോ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ജനങ്ങൾ എന്നാണ്. അല്ലെങ്കിൽ സെരിയക്കാർ എന്ന് പറഞ്ഞാൽ ഭരണാധികാർ. ലാവോദീസിയ, ദീസിയ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ എന്നാണ്. അതായത് ബേസിക്കലി പറഞ്ഞാൽ ജനങ്ങളുടെ ഭരണം, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറയുന്നത് പോലെ ജനങ്ങളുടെ ഭരണം എന്നാണ് ലാവോദീസിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ ലാവോദീസിലെ സഭ തന്നെ വളരെ സ്വയം സംതൃപ്ത
സംതൃപ്തരായ ഒരു സഭയായിരുന്നു. വളരെ സന്തോഷത്തോടെയും അവർക്കൊന്നും ഒരു കുറവില്ലായിരുന്നു. അവർ വളരെ പര്യാപ്തത സ്വീകരിച്ച ഒരു സഭയായിരുന്നു. ആ സ്ഥലവും അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. ഇതിൽ ഹീരിയപോളിസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഹീരിയപോളിസിൽ അവിടുത്തെ ചൂട് നീരുറവുകൾ ഉണ്ടായിരുന്നു, ഹോട്ട് സ്പ്രിങ്സ്. അവിടുന്ന് വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരികയും കൊലോസിയ എന്ന അവിടുത്തെ കൊലോസിയയിൽ നിന്ന് തണുത്ത വെള്ളം ഒഴുകി വരുമായിരുന്നു. ഇത് രണ്ടും കൂടെ കലർന്നാണ് ഈ ലാവോദീസയിലേക്ക് ഈ വെള്ളം എത്തുന്നത്. പക്ഷെ ലാവോദീസയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിന് തണുപ്പുമില്ലായിരുന്നു, ചൂടുമില്ലായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ലാവോദീസയിലെ ആൾക്കാർ വളരെ സ്വഭാവമില്ലാത്ത ഒരു വെള്ളമായിരുന്നു. അതിന് യാതൊരു ചൂടുമില്ല, തണുപ്പുമില്ല. ആ രീതിയിലാണ് അവിടുത്തെ വെള്ളത്തിൻ്റെ സ്വഭാവം. അങ്ങനെയായിരുന്നു. വളരെ വിജയകരമായ വാണിജ്യ സാമ്പത്തിക കേന്ദ്രമായിരുന്നു ലാവോദീസിയ. അവിടെ നാടകം, ജലം സംഭരണികൾ, ഈ ബാത്ത് എന്ന ഒരുപക്ഷെ റോമൻ ബാത്ത് നിങ്ങൾ കേട്ട് കാണും. ഞാൻ UK പോയിരുന്നപ്പോൾ അവിടെ ബാത്ത് എന്നൊരു സ്ഥലം തന്നെയുണ്ട് UK. അവിടുത്തെ റോമൻ ബാത്ത് ഞാൻ കാണാനിടയായി. ഈ റോമൻ ബാത്ത് എന്ന് പറഞ്ഞാൽ വെറും കുളിമുറികളല്ല, ഇതൊരു നീന്തൽ കുളമാണെന്ന് വേണം വിചാരിച്ചു. പക്ഷേ അതിൽ ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ചെസ്റ്റ് വരെയുള്ള ഹൈറ്റിലെ വെള്ളം കാണുകയുള്ളൂ. ഇത് അവിടെ ഹൈജീനും ശുചിത്വത്തിന് വളരെ പ്രയോറിറ്റി കൊടുത്തിരുന്ന ആൾക്കാരാണ് റോമക്കാർ. സോ അവിടുത്തെ ആൾക്കാർക്കെല്ലാം ശുചിത്വം വരാൻ വേണ്ടി ഇങ്ങനത്തെ അനേകം ബാത്തുകൾ ഉണ്ടാക്കിയിരുന്നു. അത് ഇച്ചിരി അണ്ടർഗ്രൗണ്ടിലായിരിക്കും, താഴോട്ട് ഇറങ്ങി വരുന്നതായിരിക്കും. സൂര്യപ്രകാശം നേരെ അടിക്കരുത് എന്നൊരു കാര്യമുണ്ട്. കാരണം സൂര്യപ്രകാശം അടിച്ചാൽ ആൽഗെ ഉണ്ടാവും, അത് വെള്ളം പിന്നെ ഇച്ചിരി പോയ്സണസും ആവും. അതുകൊണ്ട് ഇത് മിക്കവാറും ഈ റോമൻ ബാത്ത്സ് എല്ലാം അണ്ടർഗ്രൗണ്ടിലായിരുന്നു. പക്ഷേ ഇത് വെറും കുളിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമല്ല. ആൾക്കാർ വന്ന് അവിടെ അങ്ങോട്ട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ക്ലബ്ബ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അപ്പോൾ ആൾക്കാർ കുളിക്കുകയും നീന്തുകയും ഒരു ഫെലോഷിപ്പ് പോലെ ഒരു സോഷ്യലൈസിങ് ഏരിയ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഹോട്ട് സോണയൊക്കെ ഈ റോമക്കാർ കൊണ്ടുവന്നതാണ്, അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ സമ്പ്രദായമൊന്നുമല്ല. റോമക്കാരുണ്ടാക്കിയതാണ് ഇന്ന് കാണുന്ന ഹോട്ട് സോണ. അതിനോടടുത്തൊരു ജിം ഉണ്ടായിരുന്നു, അതിനോടടുത്ത് വേറെ നീന്തൽ കുളങ്ങളും അങ്ങനത്തെ ഒരു വളരെ ഹാപ്പനിങ് സ്ഥലമാണ്. അപ്പം ഇന്നും അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റൂയിൻസ്, അവശേഷിപ്പുകൾ ഇന്നും കണ്ടുവരാം ഈ ലാവോദീസയിൽ. പക്ഷെ വളരെ വളരെ ഹാപ്പനിങ് പ്ലേസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതായിരുന്നു ലാവോദീസിയ. അപ്പം വളരെ വിജയകരമായ വാണിജ്യ സാമ്പത്തിക കേന്ദ്രം. ഈ അവരുടെ ജീവിത രീതിയിലും വളരെ ആഡംബരത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് ലാവോദീസിയ. തിമത്തിക്ക് എഴുതിയ പൗലോസിന്റെ ആദ്യ ലേഖനം ഈ ലാവോദീസിയയിൽ നിന്നാണ് എഴുതുന്നത്. എന്നാലും ലാവോദീസിയ എന്ന സഭയിൽ പൗലോസ് പോയതായിട്ട് പറയുന്നില്ല. പക്ഷെ കൊലോസിയ ലേഖനം ലാവോദീസിയ സഭയിലേക്ക് അയക്കണമെന്നും അവിടെ വായിക്കണമെന്നും പറയുന്നതുകൊണ്ട് അന്യോന്യം ഈ പൗലോസിന്റെ കത്തുകൾ അവർ അന്യോന്യം എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. പക്ഷേ ഈ കൊലോസിയക്ക് എഴുതിയ ലേഖനത്തിലും ഈ ലാവോദീസിയ എന്ന സഭയെക്കുറിച്ച് കുറച്ച് കൺസേൺഡ് ആയിരുന്നു അന്നേ പൗലോസ്. അപ്പം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അന്നേ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിന് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു വ്യാപാരികളുടെ ബാങ്കിങ് കമ്മ്യൂണിറ്റിയുടെ സ്വർണ്ണ ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അപ്പം ഈ ഗോൾഡുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ് ആൾക്കാർ, ബാങ്കിങ് കമ്മ്യൂണിറ്റി, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വളരെ സവിശേഷമായ ഒരു കൂട്ടരുടെ ഒരു വലിയൊരു സിറ്റി ആയിരുന്നു ലാവോദീസിയ. 3 കാര്യങ്ങൾ: ഗോൾഡ് മെർച്ചൻറ്റ്സ്, ബാങ്കിങ് കമ്മ്യൂണിറ്റി, പിന്നെ ബിസിനസ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത് വളരെ നേരത്തെ പറഞ്ഞ ഹാപ്പനിങ് പ്ലേസ് തന്നെയായിരുന്നു. അപ്പോൾ വേറൊരു കാര്യം ഇവിടെ വളരെ ഫേമസ് ആയതെന്ന് പറഞ്ഞാൽ വേറെ 2-3 കാര്യങ്ങൾ ലാവോദീസിയ ഫേമസ് ആയിരുന്നു. ഒന്ന്, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു കറുത്ത കമ്പിളി അല്ലെങ്കിൽ കറുത്ത വൂളൻ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് അവിടെ മാത്രം കണ്ടുവരുന്ന ഒരു ഷീപ്പ് വെറൈറ്റി ഉണ്ടായിരുന്നു. ചെമ്മരിയാട് വെറൈറ്റിക്ക് ആ പ്രത്യേകത ഉണ്ടായിരുന്നു, ആ കറുത്ത നിറം. അപ്പോൾ ആ വളരെ ക്വാളിറ്റി ഉള്ളതും കൂടെ ആയതുകൊണ്ട് അനേക ആൾക്കാർ അതിൻ്റെ ബിസിനസ് ചെയ്യാൻ അവിടെ വരുമായിരുന്നു. അപ്പോൾ അത് ഉയർന്ന നിലവാരമുള്ള ഒരു കറുത്ത വൂളൻ മെറ്റീരിയൽ അവിടെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ അവരുടെ അവരുടെ മെഡിക്കൽ കോളേജുകൾ വളരെ ഫേമസ് ആയിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ ഫേമസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കണ്ണിൻ്റെ ഒപ്താൽമോളജി എന്ന് വേണം പറയാം. ആ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി വളരെ ഫേമസ് ആയിരുന്നു ലാവോദീസിയിലെ മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ അറിയപ്പെടുന്ന, അവർക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു
ഒപ്താൽമിക് ഓയിൻമെൻ്റ് ഉണ്ടായിരുന്നു. കണ്ണിൽ ഒഴുക്കുന്ന ഒരു തൈലം പോലത്തെ ഒരു സാധനം അവരുടെ അവിടെ മാത്രം കണ്ടുവരുന്ന ഒരു ചെടിയിൽ നിന്ന് കണ്ടുപിടിച്ച് അതൊരു പൊടിയാക്കി അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഓയിൻമെൻ്റാണ്. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അത് വാങ്ങിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ വരുമായിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലും സാമ്പത്തികമായി വളരെ മുന്നോട്ടിരുന്ന ഒരു സ്ഥലം തന്നെ. ഏകദേശം 62 AD ഒരു വലിയ ഒരു ഭൂകമ്പത്തിൽ ലാവോദീസ്യ തകർന്നുപോയി. പക്ഷേ ലാവോദീസ്യ റോമിൽ നിന്ന് 1 രൂപ പോലും എടുക്കാതെ അത് പണിതെടുത്തു. അത്രത്തോളം സമ്പന്നരായിരുന്നു ലാവോദീസ്യ. നേരത്തെ പറഞ്ഞ പോലെ ആ സഭയും വളരെ സ്വയം പര്യാപ്തത ഉണ്ടായിരുന്ന ഒരു സഭയാണ്. അവർക്കൊന്നിനും ഒരു കുറവില്ലായിരുന്നു. ആരുടെയും ഒരു സഹായം ഈ സഭയ്ക്കോ ആ സ്ഥലത്തിനോ ആവശ്യമില്ലായിരുന്നു. റോം വളരെ ഹാപ്പി ആയിരുന്നു, കാരണം ഇവർക്ക് യാതൊരു ഹെൽപ്പും വേണ്ട. അപ്പം അങ്ങനത്തെ ഒരു വളരെ പേര് കേട്ട പല കാര്യങ്ങൾക്ക് ഫേമസ് ആയ ഒരു നഗരമാണ് ഈ ലാവോദീസ്യ എന്ന സഭ. അപ്പം നമുക്കിനി ലാവോദീസ്യയിൽ സഭയ്ക്ക് എഴുതിയ ആ കത്തിലേക്ക് വരാം. ഇന്ന് നമുക്ക് ഇച്ചിരി കവർ ചെയ്യാനുണ്ട്. ഇപ്പം അധികം സമയം എടുക്കില്ല, എന്നാലും വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. എന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സഭ തന്നെയാണ്. അപ്പം ലാവോദിക്കിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായ ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ദീസ് തിങ്സ് സേത്ത് ദ വൺ ഹു ഈസ് ആമേൻ, faithful, the true witness, the beginning of the creation of God. അപ്പം സഭ ഏതാണ്? ലാവോദീസ്യ സഭ. യേശുക്രിസ്തു തിരഞ്ഞെടുക്കുന്ന ടൈറ്റിൽ ഏതാണ്? ദൈവസൃഷ്ടിയുടെ ആരംഭമായ. അതായത് ഇത് ദൈവം യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലല്ല. അതൊരു ടൈറ്റിലാണ്. നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തും ഉപയോഗിക്കുന്ന പോലെ ഒരു ഓണർ കൊടുക്കുന്ന, പദവി കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ്. അതായത് ഈ സകല സൃഷ്ടികളും അവനാൽ ഉളവായത് കൊണ്ട് ആ എല്ലാത്തിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം എന്നാണ് അർത്ഥം. അല്ല, ഈ ബിഗിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ട ആദ്യം എന്നുള്ളതല്ല. ഇതെല്ലാം സർവ്വ സൃഷ്ടിയുടെയും സോഴ്സ്, ഉറവിടം എന്നുള്ളതിനാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ വേറൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആമേൻ, ദ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ വിറ്റ്നസ്. അതായത് ദൈവം കുറച്ച് സത്യങ്ങൾ വിളിച്ച് പറയാൻ പോവുകയാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആമേൻ പറയും. നമ്മൾ അതിനോട് അംഗീകരിക്കുന്ന ഒരാളാണ്. അംഗീകരിക്കുന്നതിൻ്റെ ഒരു അർത്ഥമാണ് ആമേൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ദൈവം ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ വിറ്റ്നസ്, ചില സത്യങ്ങൾ ഈ സഭയോട് വിളിച്ച് പറയാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മളോടും ഇന്ന് പല സത്യങ്ങൾ നമ്മളോടും ദൈവം സംസാരിക്കാൻ പോവുകയാണ്. നമുക്ക് ലാവോദീസ്യ തയ്യാറെടുപ്പിലല്ലായിരുന്നു, നമുക്കൊന്ന് തയ്യാറെടുക്കാം ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ഈ സത്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലെറ്ററിലും എല്ലാ കത്തിലും പറഞ്ഞ പോലെ ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എനിക്ക് വളരെ ഭീതി കൊണ്ടിരുന്ന ഒരു സാധനമാണത്, ആ ഒരു സ്റ്റാർട്ടിങ്, അല്ലേ? പിന്നെ ദൈവത്തിന് വേണ്ടി കാംക്ഷിച്ച് പ്രത്യേകിച്ച് നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ അത് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം എൻ്റെ പ്രവൃത്തി അറിയുന്നല്ലോ എന്നൊരു ആശ്വാസമുണ്ട്. എന്നാൽ ദൈവത്തിന് വേണ്ടി രണ്ടാം വരവിനോ അല്ലെങ്കിൽ ദൈവത്തിനെ നേരിട്ട് കാണുവാൻ തയ്യാറല്ലാത്തവർക്ക് ഇത് വളരെ ഭീതി ഉണ്ടാക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ഭീതി അല്ലെങ്കിൽ ഇത് ആശ്വാസം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. യു ആർ നൈദർ കോൾഡ് നോ ഹോട്ട്. ഇതിന് ഏതെങ്കിലും ഒന്നായിരുന്നുവെങ്കിൽ അത് നല്ലതായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിണ്ണുകളയും. ഓർ ഐ വിൽ വോമിറ്റ് യു ഔട്ട്, ഓർ ഐ വിൽ സ്പ്യൂ യു ഔട്ട്. ഭയങ്കര തുടക്കമല്ലേ? തുടക്കം ഗംഭീരം. അതായത് പലപ്പോഴും ചിലർ വിചാരിക്കും, അപ്പം ഹോട്ടായില്ലെങ്കിൽ എനിക്ക് തണുത്തിരിക്കാമല്ലോ, അത് ഏതെങ്കിലും ഒന്നാവണം എന്നായിരുന്നല്ലോ, അപ്പം എനിക്ക് തണുത്തിരിക്കാമല്ലോ. ഈ തണുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മടി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അതായത് നിങ്ങളിപ്പോൾ അവിടെ സമ്മർ ആണെങ്കിൽ ചൂടത്ത് തണുത്ത എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസം വരും. അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ അതിനൊരു ആശ്വാസം വരും. അതായത് അതിനൊരു പേർപ്പസ് ഉണ്ട്. ആ തണുപ്പ്, അതായത് വളരെ ക്ഷീണിച്ച് വരുന്നവർക്ക് ഒരു ആശ്വാസം പകരുന്നതാണ്. ഒരു ചൂടുള്ള ദിവസത്തിൽ, പ്രയാസമുള്ള ദിവസത്തിൽ ഒരു ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ഈ തണുപ്പുള്ള ഒരു ജ്യൂസ്, അല്ലെങ്കിൽ തണുപ്പുള്ള, നമ്മൾ കോഫി ആണെങ്കിൽ പോലും ചില ഹോട്ട് കോഫി, കോൾഡ് കോഫി ഉണ്ട്, അല്ലേ? അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത കോഫി എന്ത് ചെയ്യും? അല്ലെങ്കിൽ ചൂടായിട്ട് തന്ന കോഫി തണുത്ത് പോയിട്ട് യാതൊരു ഗുണവും ഇല്ല, ടേസ്റ്റും ഇല്ലാതാവുന്നു. എന്നാൽ കോൾഡ് കോഫി ഉണ്ട്.
കോൾഡ് കോഫി കുടിച്ചാലും നമുക്ക് അത് ഇഷ്ടപ്പെടും, ഹോട്ട് കോഫി ഇഷ്ടപ്പെടുന്നു അതായിരിക്കും. അതേ ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഓക്കെ ഞാൻ ഞാൻ ഹോട്ടല്ല എന്നാൽ പിന്നെ ഞാൻ കോൾഡായിട്ട് ഇരിക്കുക, അതല്ല ഉദ്ദേശം. അതായത് നിങ്ങൾക്കൊരു നിങ്ങൾ കോൾഡ് ആയാലും നിങ്ങൾക്ക് അതിനൊരു ഉപയോഗമുണ്ട്. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും, അത് പലതും തണുപ്പിക്കാൻ. അതല്ല, ചിലർക്ക് ആശ്വാസം പകരാൻ നിങ്ങൾ ചൂടുള്ളവരായിരിക്കും. ഈ രണ്ട് സ്വഭാവം ഇല്ലാത്തവരായിരുന്നു ലാവോദീസിയ. അവർക്ക് ഇപ്പം ജീവിതത്തോടും പലതിനോടും ഒരു ലൂക്ക് വാം അപ്രോച്ചാണ്. ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളൊരു ഒരു ഒരു അപ്രോച്ചാണ്. അതിന് കാരണമുണ്ട്, നമുക്കതിലേക്ക് വരാം. നീ ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിണ്ട് കളയും. അത് വളരെ സീരിയസ് ആയി നിൽക്കുകയാണ്. ദൈവം പറയുന്നത്, ഇത് രണ്ടും ആവാത്ത സ്ഥിതിക്ക് നിന്നെ ഞാൻ വോമിറ്റ് ചെയ്യും. ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരും? ആർ വി കോൾഡ്? ആർ വി ഹോട്ട്? ഇത് രണ്ടും അല്ലെങ്കിൽ ദൈവം നമ്മളെ തുപ്പിക്കളയുമോ? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലെറ്ററാണിത്. ഇത് ശരിക്കും ലാവോദീസയിലെ സഭയെ ഇത് കുലുക്കി കാണും. വളരെയേറെ അവരെ ഭയത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ള, അല്ലേ? അത് വളരെ വളരെ സീരിയസ് ആണ് ഈ ലെറ്റർ. അതിനെന്തിനു പറയുന്നുണ്ട്? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ. ഇതൊരു ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. ദൈവം പറയുന്നത്, നീ സമ്പന്നനായിരിക്കുന്നു. അതായത് ഈ സഭ ഈ വളരെ സമ്പന്നമായ സഭയാണ്. ഒരു പക്ഷേ ഭയങ്കര ഒരു മെഗാ ഹോളുള്ള സഭയാണ്. ഇന്നും ആക്ച്വലി ടർക്കിയിലെ ഈ ഡെൻസിലി എന്ന ഇന്നത്തെ സിറ്റിയുടെ പേര് ഡെൻസിലി എന്നാണ്. അപ്പൊ ഈ ഡെൻസിലി എന്ന സിറ്റിയിൽ വളരെ അടുത്താണ് ഇന്നുള്ള ഈ ലാവോദീസിയ എന്ന സ്ഥലം. അവിടെ ആരും താമസിക്കുന്നില്ല. അവിടെ ഇപ്പോഴും ഒരു റൂയിൻസേ ഉള്ളൂ. പക്ഷെ അവിടെ ആ ചർച്ച് ഓഫ് ലാവോദീസിയ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ സഭ അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ റൂയിൻസ്, അതിൻ്റെ ബാക്കി അവശേഷിപ്പുകൾ അവിടെ ഉണ്ട്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് വളരെയേറെ ഫണ്ട്സ് ഉണ്ടായിരുന്നു, അവർക്ക് വളരെ സമ്പത്തുള്ളവരായിരുന്നു, അവർക്ക് പലതും ചെയ്യുവാനും അവർക്ക് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അവർ വിചാരിച്ചിരുന്നത് അവർ ആത്മീയമായിട്ട് വളരെ മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ഇത്രയും സാമ്പത്തികമായിട്ട് നമുക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റുന്നത്. കാരണം ആ പറയുന്ന കാര്യം കേട്ടോ, ഞാൻ ധനവാനാണ്. പലപ്പോഴും നമ്മുടെ പ്രോസ്പെറിറ്റി ഗോസ്പൽ നമ്മൾ കേട്ടിരിക്കുകയാണ്. ധനത്തിനെ കുറിച്ചാണ് എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്ത് വരിക, ധനവാനാകുക. ഇവിടെ ഓൾറെഡി ധനവാനാണ് അവർ. ഞാൻ ധനവാനാണ്, സമ്പന്നനായിരിക്കുന്നു. അതായത് അവർക്ക് എല്ലാവർക്കും നല്ല ജോലികൾ, നല്ല സെറ്റിൽഡ് ആണ്, ബിസിനസ്സുകൾ വളരെ നന്നായിട്ട് പോകുന്നു. എന്തുകൊണ്ടും ദൈവം നമ്മുടെ കൂടെയുണ്ട്, അല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം. നമ്മളെ ഇത്രയും ധനമുള്ളതും ഇത്രയും സാമ്പത്തികം നമ്മളിലേക്ക് വന്നതും ദൈവം അനുഗ്രഹിച്ചിട്ടല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സഭ വിശ്വസിച്ചിരുന്നത്. എനിക്ക് ഒന്നിനും മുട്ടില്ല, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടായില്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്. എനിക്ക് തോന്നുന്നു അവരും ആ ഡയലോഗ് വളരെയേറെ ആ സഭയിൽ പറയുന്നത്, എനിക്കൊന്നിനും മുട്ടില്ല, യഹോവ എൻ്റെ ഇടയനാണ്, യഹോവ എൻ്റെ ഇടയനാണ്. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ദൈവം പറയുന്നത്, സത്യാവസ്ഥ ഞാൻ സത്യം പറയാൻ വേണ്ടി നിന്നോട് പറയുന്നതാണ്, നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കിയാൽ. അതായത് ഈ സഭയ്ക്ക് യാതൊരു വിധത്തിലും ഇത് ഇങ്ങനെയാണ് സ്ഥിതിവിശേഷങ്ങൾ എന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടേയില്ല. അവർ വളരെ ശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ സഭയുടെ അംഗത്വം വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വന്നു കൂടുന്നതും വളരെ ബിസിനസ് കമ്മ്യൂണിറ്റിയിലുള്ളവരായിരിക്കാം, വളരെ ശക്തരായവരായിരിക്കാം. അവർ കൂടുതൽ സ്ഥലം വാങ്ങിച്ച് അവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഭയായിരിക്കാം. എല്ലാ രീതിയിലും ലാവോദീസിയ തകർപ്പനാണ്. അതായത് ഇന്നൊക്കെ പോയി കഴിഞ്ഞാൽ AC ഹോളുകൾ കൊണ്ട് തണുപ്പിച്ച്, മൈക്ക് സിസ്റ്റം അടിപൊളി, മ്യൂസിക് സിസ്റ്റം അടിപൊളി, നമ്മുടെ വർഷിപ്പ് സിസ്റ്റങ്ങൾ അടിപൊളി, ഒരു 12D സറൗണ്ട് സൗണ്ടിലൊക്കെ വരുന്നു, പിന്നെ പ്രൊജക്ടർ വെച്ച് ചെയ്തിരിക്കുന്നു. ഒരു വിധത്തിലും നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ സഭ. ദൈവം പറയും, ഇതിലൊന്നും എനിക്ക് കാര്യമില്ല. പക്ഷെ നിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടേ ഇല്ല. നീ എന്താണ്? അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, ഏറ്റവും അവസാനം നീ നഗ്നന കൂടെയാണ്. അതായത് ഒരാൾ നഗ്നനായിട്ട് നിന്നിട്ട് പോലും തിരിച്ചറിയുന്നില്ല. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്നതിൻ്റെ
ഓക്കെ, അത് വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ. ഈ ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിനല്ലേ പലരും വേല വരുന്നത്. ഒന്ന്, അവർ ധനവാൻ, അവരുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി അവർ ധനവാനായിരിക്കണം, അതാണ് ഒരു ആഗ്രഹം. അല്ലെങ്കിൽ നമ്മൾ പ്രോസ്പർ ചെയ്യണം എന്ന് പറഞ്ഞ് സമ്പന്നനായിരിക്കണം, അല്ലെ. മൂന്നാമതിന് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് പലപ്പോഴും പലരും സഭയിൽ വരുന്നത്. അതായത് നമ്മൾ ഈ ദൈവത്തെ സൺഡേ വന്ന് ആരാധിച്ചുകൊണ്ട് മാത്രം ദൈവം നമ്മളെ അനുഗ്രഹിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതായത് ഞാൻ സൺഡേ ഷോ അപ്പ് ചെയ്തു, ഞാൻ ഇവിടെ വന്നു കർത്താവേ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നറിയാവോ, ഞാൻ അങ്ങയെ സ്തുതിച്ചതിന്റെ പേര് ഇനി എന്നെ അനുഗ്രഹിച്ചേ മതിയാവും. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. അങ്ങനെ വിശ്വസിച്ച ഒരു സഭയാണെന്ന് തോന്നുന്നു ലാവോദീസിയ. അങ്ങനെ അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നു വളരെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് മാറിയത്. പെട്ടെന്ന് ടൈറ്റിലൊക്കെ മാറിപ്പോയി. എനിക്ക് എന്നിട്ട് പറയാണ്, നീ സമ്പന്നനാകേണ്ടതിന്, ശ്രദ്ധിക്കുക, നീ സമ്പന്നനാകേണ്ടതിന് ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത വേണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയും. ദൈവം പറയുന്നു, നീ ഇനി എൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിക്കണം. യു ഹാവ് ടു ബൈ. അപ്പോൾ നമുക്കൊരു, അതായത് ഒരു ഡോക്ടർ എന്ന രീതിയിൽ, അതായത് ക്രിസ്തു എന്ന ഡോക്ടർ, യെസ്, ദൈവം ഒരു വലിയ ഒരു നിങ്ങൾ പലരും മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ടും ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വരുന്നതുകൊണ്ട് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഐ തോട്ട് ദൈവം ഒരു റെമഡി കൊടുക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഡയഗ്നോസിസും റെമഡിയിലേക്ക് നമുക്ക് പോവാം. സിംറ്റം എന്തായിരുന്നു? നമ്മൾ ആ രോഗി വന്ന് ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയാണ്, ലാവോദീസിയ എന്ന രോഗി. ആ രോഗിയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവൻ്റെ ലക്ഷണങ്ങൾ എന്നല്ലേ, സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഉത്സാഹമില്ലായ്മ. അപ്പൊ നമ്മൾ ഈ ലൂക്വാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നീ ഉഷ്ണവാനോ ശീതോഷ്ണവാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അതങ്ങോട്ട് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അതായത് ഒരു ഉത്സാഹമില്ലായ്മ. സഭയിൽ എന്ത് പറഞ്ഞാലും അത് വേണോ, അത് ഏറ്റവും അവസാനം അത് വേണോ എന്നാണ് ചോദിക്കുന്നത്. അത് വേണോ, നമുക്കത് വേണ്ട, നമുക്കത് ചെയ്യണോ, എന്താ നമുക്കെൻ്റെ ആവശ്യം എന്താ? നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവല്ലേ, എന്തിനാ വെറുതെ ഇതൊക്കെ ചെയ്യുന്നത്? അതായത് ദൈവത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ യാതൊരു വിധമായ ഉത്സാഹമില്ലായ്മ, അതായിരുന്നു സിംറ്റം, അല്ലേ? അപ്പൊ ദൈവം പറഞ്ഞു, ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, നിനക്ക് വലിയൊരു അന്ധത സംഭവിച്ചു, ബ്ലൈൻഡ്നെസ് സംഭവിച്ചിരിക്കുകയാണ്. നിനക്ക് ഒരു ആത്മീയമായ ഒരു ദർശനക്കുറവുണ്ട്. നിന്റെ ആത്മീയ കണ്ണുകൾ കംപ്ലീറ്റ് അടഞ്ഞു പോയിരിക്കുകയാണ്. നിനക്കിപ്പോൾ ഉള്ളത് ലോകത്തിൻ്റെ കണ്ണുകളാണ്. എൻ്റെ കണ്ണുകളോ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകളോ നിനക്കില്ല. അതുമൂലം നീ മൊത്തത്തിൽ അന്ധതയിലേക്ക് കയറിയിരിക്കുകയാണ്. കാരണം എന്താ? നീ ഇതിൻ്റെ തുടക്കം എവിടെയാണ്? റൂട്ട് കോസ് വരുന്നത് അവൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്. അതായത് ഞാൻ ധനികനാണ്. അവർക്ക് ധനം വന്നപ്പോൾ അവൻ വിചാരിച്ചു ദൈവത്തെ എങ്ങനെ എപ്പോഴും അങ്ങനെ ദൈവത്തോടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓടാൻ പറ്റുമോ? നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കണ്ടേ, നമുക്ക് ഈ ലോകത്തിൽ വലിയവരാണ്, നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ആ ധനത്തിന്റെ പുറകെ അവർ ശരിക്കും ഓടിക്കാണും. അവർ അഭിവൃദ്ധി ഉണ്ടായപ്പോൾ അവർ അതിൽ വീണ്ടും സന്തോഷിച്ച് വീണ്ടും ആ ലോകം ചെയ്ത കാര്യങ്ങളിൽ തന്നെ അതിനെക്കാട്ടി മെച്ചമായി അവർ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു, എനിക്ക് ഒന്നിനും ഒരു കുറവില്ല, തീർച്ചയായും ദൈവം എൻ്റെ കൂടെയുണ്ട്, അല്ലേ? അതായിരുന്നു അവിടെ നിന്നായിരുന്നു റൂട്ട് കോസ്. അതായത് ദൈവത്തിൽ നിന്ന് അകന്നിട്ട്, ദൈവവചനത്തിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് അകന്നിട്ട് അവരവരുടെ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം ബുദ്ധി കൊണ്ട് ആ സ്ഥലത്തിന്റെ ആ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് അവർ വളരെ ശക്തരായ ഒരു സഭ ഉണ്ടാക്കി. പക്ഷെ അത് ദൈവത്തിന്റെ ആത്മാവില്ലാതെയെന്ന്. അതായത് ദൈവത്തിന്റെ ആത്മാവില്ലാതെയും നമുക്ക് ധനവാനാകാം, ദൈവത്തിന്റെ ആത്മാവില്ലാതെയും നമുക്ക് സമ്പന്നരാകാം, ദൈവത്തിന്റെ ആത്മാവില്ലാതെയും നമുക്ക് ഈ ദേശത്ത് വലിയവരാകാം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവില്ലാതെ ഇവരെല്ലാം ചെയ്തിട്ട് അത് എവിടെ ചെന്ന് എത്തിച്ചു? 3 കാര്യങ്ങൾ അവർക്ക് കുറവ് വന്നു. 1, അവർക്ക് ഉത്സാഹമില്ലായ്മ വന്നു. 2, അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 3, അവരുടെ തുണി നഷ്ടപ്പെട്ടു, അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ടു. തുണിയില്ലാതെ നിൽക്കുകയാണ്. തുണിയില്ലാതെ നിൽക്കുമെന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം കണ്ണിന് കാഴ്ചയില്ലാതെ വന്നപ്പോൾ അതും സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടില്ല അവര്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? ദൈവം നാടിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞാൽ ലാവോദീസിയ സഭയെ സത്യം പറയട്ടെ, നാടി വളരെ വീക്കാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാവോ?
വളരെ ഗുരുതരമായ സിറ്റുവേഷനാണ്. നിനക്ക് ഞാൻ 3 ലേബൽ നിന്റെ ആ ഇതിലോട്ട് എഴുതാൻ പോവാണ്. നീ നികൃഷ്ടനാണ്, ദയനീയനാണ്, ദരിദ്രനാണ്, അന്ധനാണ്, നഗ്നനാണ്. സഭ നമ്മളോ? ലാവോദീസ്യ സഭ ചാടി അടിച്ചിട്ട് നമ്മൾ നഗ്നരാണെന്നോ? നമുക്ക് ഏറ്റവും നല്ല ബ്ലാക്ക് വൂൾ ഉള്ള സ്ഥലമാണ്. ബ്ലാക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ബ്ലാക്ക് സൂട്ട് കണ്ടില്ലേ? എൻ്റെ വുളൻ ഡ്രസ്സുകൾ കണ്ടില്ലേ? ഈ ബാബിലോണിനെ കാട്ടിയും വെല്ലുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിമനോഹരമായ സ്റ്റൈലിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് തോന്നില്ലേ? നമ്മൾ വന്നിരിക്കുന്ന കാറുകൾ, നമ്മൾ ഉണ്ടാക്കിയ വീടുകൾ, നമ്മൾ ഈ ചർച്ചിന്റെ മതിലുകൾ കണ്ടില്ലേ? ഇതിൽ AC റൂമുകൾ കണ്ടില്ലേ? ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഓരോരോ ഡിസൈനുകൾ കണ്ടില്ലേ? ദൈവം പറയുന്നു, ഇതൊന്നുമല്ല പ്രശ്നം. 3 കാര്യങ്ങൾ നിന്നെ ഞാൻ കാണുന്നില്ല. നിനക്ക് വല്ലാതെ അന്ധത സംഭവിച്ചു ലാവോദീസിയെ. അതായത് ഇനി പറയുന്നത്, അതിന്റെ പരിഹാരം, റെമഡി പറയുന്നത് ഇനി വാങ്ങിക്കണം എന്നാണ്. അതായത് ആദ്യം ദൈവം ഫ്രീ ആയിട്ട് കൊടുത്തതായിരുന്നു. ഇപ്പോൾ ദൈവം പറയുന്നത് ഇനി നൗ ഇറ്റ് വിൽ കോസ്റ്റ് യു. ഇറ്റ് വിൽ കോസ്റ്റ് യു നൗ. നിങ്ങളൊരു വില കൊടുക്കേണ്ടി വരും. ഒന്ന്, തീയിൽ ഊതി കഴിച്ച ഒരു സ്വർണം, വെറുതെ ഉള്ള സ്വർണമല്ല. ഈ സ്വർണത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഈ സ്വർണത്തെക്കുറിച്ച് നിങ്ങൾ ഏത് സ്വർണത്തെക്കുറിച്ചായിരിക്കും ദൈവം സംസാരിക്കുന്നത്? ഏത് സ്വർണം വാങ്ങിക്കാനാണ്? എൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ പക്കലുള്ള ആ സ്വർണം ഏതാണ്? നമുക്ക് സങ്കീർത്തനങ്ങൾ 19-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യം. സങ്കീർത്തനങ്ങൾ 19-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അതായത് ഈ ദൈവവചനം നമ്മൾ വിട്ട് ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ ഓടി ഓടി നടന്ന് നമ്മൾ ധനികരായി, നമ്മൾ എല്ലാത്തിലും സ്വയം പര്യാപ്തത ലഭിച്ചു, നമുക്ക് ഒരു കുറവില്ല, എനിക്ക് യാതൊരു മുട്ടുമില്ല, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ്, പക്ഷെ ദൈവവചനമോ ദൈവത്തിന്റെ ആത്മാവിനെയോ തേടാതെ ഈ ലോകത്തിന്റെ അതേ രീതികൾ നമ്മൾ തേടി വന്നപ്പോൾ നമ്മുടെ കണ്ണിലെ പ്രകാശം നഷ്ടപ്പെട്ടു തുടങ്ങി. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. നമ്മളെ പിന്നെ പ്രകാശിപ്പിക്കുന്നത് നമ്മൾ ഇടുന്ന ഗോൾഡ് ആയിരിക്കാം, ഗോൾഡ് ഡിപ്പോസിറ്റബിൾ ആയിരിക്കാം. നമ്മൾ പല പല സ്ഥലത്ത് പോയി വാങ്ങിച്ച് നമ്മൾ നമ്മുടെ ലോക്കറിൽ വെച്ചിരിക്കുന്ന ഗോൾഡ് ഡിപ്പോസിറ്റിലായിരിക്കാം. നമുക്ക് പലത് അത് വളരെയേറെ മുഖത്ത് പ്രകാശം കൊണ്ടുവരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു ഈ ലോകത്തിലെ എന്തോ ആയി നമ്മൾ തീർന്നു. പക്ഷെ ദൈവം പറയുന്നു, യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. നീ 10, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. നമുക്ക് ഈ പാട്ട് അറിയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാട്ട് പാടാൻ നമുക്ക് എന്ത് ഇഷ്ടമാണ്, തേനിനേക്കാളും തേൻ കട്ടയേക്കാളും. പക്ഷേ അത് പാട്ട് പാടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആഴ്ച വരെ ദൈവവചനം തുറന്നു നോക്കിയില്ലെങ്കിൽ നിങ്ങളെ തന്നെ കബളിപ്പിക്കുന്ന ഒരു ജനമായി മാറും. അത് ആര് തന്നെ പാടിയിട്ട് ആ ദൈവവചനം തന്റെ കണ്ണിനെ പ്രകാശിപ്പിക്കുന്ന ഈ വചനം, തന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഈ വചനം, തനിക്ക് നന്മയും സകലവിധ ജ്ഞാനം നൽകുന്ന ഈ വചനത്തെ മറന്ന് ഈ ലോകത്തിന്റെ ധനത്തിന്, ഈ ലോകത്തിന്റെ സ്വർണത്തിന് പുറകെ പോകുമ്പോൾ ദൈവം ഊതി 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 ആ ദൈവത്തിന്റെ നീതിയുടെ തീയിൽ നിന്ന് ലഭിക്കുന്ന ആ സത്യമുണ്ടല്ലോ, ആ വചനമായിട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ വെറും ദരിദ്രരാണ് ദൈവത്തിന്റെ ജനമേ. ദൈവം, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു നമുക്ക് വലിയൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് വേണം ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ. അതല്ല, നിങ്ങൾ മിണ്ടാതെ ഇരുന്ന് നിങ്ങളുടെ ആ ക്വയറ്റ്നെസ്സിൽ നിങ്ങൾ ഇരുന്ന ദൈവവചനവുമായിട്ട് നിങ്ങൾ മണിക്കൂറോളം ഇരുന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സ്വർണ്ണക്കട്ടി അതാരും കാണാതെ ഇരിക്കുമ്പോഴും ദൈവം പറയുന്നു, നീ ധനികനാണ്. കാരണം നീ എൻ്റെ വചനത്തിൽ രാവും പകലും ധ്യാനിച്ചു, നീ അതിൽ നിന്ന് ലഭിക്കുന്ന മുത്തുകൾ എടുത്തു, അത് നിന്റെ ഹൃദയത്തിലും നിന്റെ ജീവിതത്തിലും നീ അത് ചേർത്ത് പിടിച്ചു, അത് നിന്റെ മക്കൾക്ക് നീ കൊടുത്തു, നിന്റെ ഭവനത്തിൽ നീ അത് എഴുതി വെച്ചു, എന്നിട്ട് അതുപോലെ നീ നടന്നു. നീ ദരിദ്രനല്ല, നീ ധനവാനാണ്. വേറൊരു കാര്യം ഓർമ്മയുണ്ടോ? തയാത്രയൊക്കെ വളരെ ദരിദ്രരായിരുന്നു ആ സഭ. തയാത്രയല്ല, സ്മരണ പറഞ്ഞു, നമുക്ക് ഒന്നുമില്ല ദൈവമേ, നമ്മളാണെങ്കിൽ രാവും പകലും അവർ നമ്മളെ അടിച്ചു കൊല്ലുവാൻ നോക്കുക, നമ്മൾ വളരെ പ്രയാസങ്ങളോട് കഷ്ടപ്പെടുന്നു. മറ്റു സഭകൾ നോക്കുമ്പോൾ സ്മരണ കഷ്ടിച്ച് ജീവിക്കാനുള്ളത് പോലും ഇല്ല. ഏകദേശം വെറുതെ വെളിയിൽ പോയി തെണ്ടേണ്ട അവസ്ഥ പോലും
ഉണ്ട്. കാരണം അവർക്ക് ജോലി ചെയ്യണമെങ്കിൽ അവരെ സീസറിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കണം, സീസറിന്റെ ആലയത്തിൽ പോകണം, അവിടെ ചെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, സീസറിന് മുമ്പിൽ വണങ്ങണം. ഈ സ്മരണക്കാര് വണങ്ങുന്നുമില്ല. അതിന്റെ ഫലമായി അവർ വെറും ദരിദ്രരായി തീർന്നു. അവർക്ക് ഒന്നുമില്ല. നമ്മളോ ലാവോദീസിയെ നമ്മൾ ഉയരുകയാണ്, പറക്കുകയാണ്. സ്മിർനയെ നോക്കി ഒരു പക്ഷേ ഇവർ പുച്ഛിച്ച് കാണും, പക്ഷെ ഒരു വലിയൊരു ബോംബ് വീണു. സ്മിർനയോട് ദൈവം പറഞ്ഞു, നീ എനിക്ക് പ്രിയപ്പെട്ടത്, നിന്റെ മേൽ ഒരു കുറ്റവും എനിക്ക് പറയാനില്ല, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ ഐ ആം ദ വൺ ഹു ഇസ് ഡെഡ് ആൻഡ് അലൈവ് ഫോർ എവർമോർ. നിന്നെ പോലെ തന്നെ ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, നീ എന്റെ കൂടെ നീ വാഴും. നിനക്ക് ബലമില്ല, നിനക്ക് യു ആർ റിച്ച് സ്മിർന, യു ആർ റിച്ച്. നീ വളരെ ധനികനാണ് സ്മിർന. കാരണം നീ ഈ രാജ്യത്ത് നിനക്ക് ഞാൻ വെച്ചിരിക്കുന്നത് വെച്ച് നിന്റെ ആത്മീയ കണ്ണുകൾ തുറന്ന് നീ കണ്ടു. നീ അതിനുവേണ്ടി നിക്ഷേപങ്ങൾ വെച്ചു. ഈ ലോകത്തിലെ മണ്ണിന് വേണ്ടി നീ ഓടിയില്ല, ഈ ലോകത്തിലെ സുഖത്തിന് വേണ്ടി നീ ഓടിയില്ല. ഈ അതിനെയെല്ലാം തള്ളിക്കൊണ്ട് ദൈവ രാജ്യത്തിന് വേണ്ടി നീ നിക്ഷേപങ്ങൾ വെച്ചുകൊണ്ടിരുന്നു. നിന്റെ നിക്ഷേപങ്ങൾ എത്ര വലുതാണ്, നീ എത്ര ധനവാനാണ് സ്മിർന. ലാവോദീസിയ അതെല്ലാം വിട്ടിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും ഓടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ ലോകത്തും പല കാര്യങ്ങളും നേടാനുണ്ട്. അതിനുവേണ്ടി ഓടിയിട്ട് ദൈവം ആ സ്വർണ്ണങ്ങളെല്ലാം കൂടെ എടുത്ത് അവന്റെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ വെച്ച് വളരെ സന്തോഷിച്ച് എല്ലാ ദിവസവും നോക്കി നിക്ഷേപം നോക്കി ചിരിച്ചിട്ട് പറയാണ്, വാവ് വി ആർ റിച്ച്. ദൈവം പറഞ്ഞു, യു ആർ നോട്ട് റിച്ച്, യു ആർ പുവർ, യു ആർ wretched, യു ആർ miserable and you are blind. തകർന്നു പോയി കാണണം. നമ്മളിതിൽ ഏതിൽ വരും? അപ്പൊ ദൈവത്തിന്റെ വചനം തങ്കത്തേക്കാൾ പൊന്നിനേക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കിന്ന് പൊന്ന് കിട്ടുമെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇല്ല. ദൈവവചനം വായിച്ചിട്ടുള്ള അതിന് കഴിഞ്ഞിട്ടുള്ള പൊന്നും മതി. ദൈവ രാജ്യത്തിന് വേണ്ടി ഓടിക്കഴിഞ്ഞിട്ട്, സഭയുടെ കാര്യങ്ങൾ നോക്കിയിട്ട്, സഭയ്ക്ക് വേണ്ടി ഓടിയിട്ട്, തൻ്റെ ശരീരമാണ് സഭയ്ക്ക് ഓടിക്കഴിഞ്ഞിട്ടുള്ള പൊന്നു മതി എന്ന് പറയുന്ന നിങ്ങളോ ധനികർ, അതോ ഈ ലോകത്തിൽ പല പല ഓഹരികളും ഈ ഷെയർ മാർക്കറ്റും എല്ലാം കൂടെ ചേർന്ന് നിങ്ങളെ ധനികരായി കാറുകൾ 4-5 വീടുകൾ 4-5 നിങ്ങൾ സ്വയം എടുക്കുന്ന അസസ്മെന്റ്. ഇവിടെ ലാവോദീസിയയുടെ അസസ്മെന്റ് അപ്പാടെ തെറ്റിപ്പോയി. അവർ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് സ്വയം മെഷർ ചെയ്തു. അതാണ് പറ്റിപ്പോയത്. ദൈവം പറഞ്ഞതോ ദൈവ വചനം വെച്ചോ അല്ല മെഷർ ചെയ്ത്. ഈ ലോകത്തിൽ നമ്മളുള്ളപ്പോൾ ലോകത്തെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വളരുന്ന സഭകൾ വീണ്ടും ഇത് തന്നെ പൊക്കിപ്പിടിക്കുന്നത്. കാരണം മറ്റേ ക്രിസ്തുവിന്റെ ക്രൂശ് എടുത്ത് സ്വയം ത്യജിച്ചുകൊണ്ട് പോവുക, അത് അത്ര ഫേവറേറ്റ് ആവാൻ വഴിയില്ല. അത് ആത്മീയ കണ്ണുള്ളവനെ ചെയ്യുവാൻ കഴിയുള്ളൂ. കാരണം വരാനിരിക്കുന്ന രാജ്യത്ത് നമ്മുടെ നേത്ര കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നമുക്കത് കാണുവാൻ സാധ്യമല്ല, അല്ലേ? സ്വർഗത്തിലുള്ള നിക്ഷേപങ്ങൾ, അത് സ്വർഗീയമായ അല്ലെങ്കിൽ ആത്മാവ് നമ്മളെ തുറന്ന് കാണിച്ചാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം വാങ്ങിക്കേണ്ടത് എന്താണ്? ഗോൾഡ്, അല്ലേ? അവ പൊന്നിനേക്കാളും ആ ദൈവവചനം, ഇനി അതിന് വില കൊടുക്കേണ്ടി വരും. അതാണ് അവിടെ പറയുന്നത്. ഇനി നിനക്കൊരു വില കൊടുക്കേണ്ടി വരും. നിങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ വന്ന വചനം, നിങ്ങളെ ഓരോ ദിവസം വന്ന വചനം, ഓരോ ദൈവദാസന്മാരെ ഉപയോഗിച്ച് പറഞ്ഞ വചനം, അത് വളരെ വളരെ ലാഘവത്തോടെ തള്ളിക്കളഞ്ഞ്, അതിന് യാതൊരു എന്തൂസിയാസ്റ്റിക് ആവാതെ, അതിന് വെറുതെ യാതൊരു വിലയും കൊടുക്കാതെ തള്ളിക്കളഞ്ഞിട്ട് ഒരു നാൾ ദൈവസന്നിധി വരുമ്പോൾ ദൈവം പറയും, ഇനി നിനക്ക് പാടുപെടണം. ഞാൻ നിന്റെ ദാസന്മാരെ അയച്ചു, എൻ്റെ പ്രവാചകന്മാരെ അയച്ചു, എൻ്റെ ജനത്തിനെ അയച്ചു, നിന്നെ വചനം തീറ്റിക്കാൻ നോക്കിയപ്പോൾ നിനക്ക് ഞാൻ സ്വർണത്തെക്കാൾ വിലയുള്ളത് തന്നപ്പോൾ നീ അത് വളരെ ലാഘവത്തോടെ അതിനെ തള്ളിക്കളഞ്ഞു. നിനക്കതിന് യാതൊരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല, നീ അതിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല. ഇന്ന് നീ അത് വലിയ വില കൊടുത്ത് തന്നെ വാങ്ങിക്കണം. അവിടെ കൂടെ തീർന്നില്ല. രണ്ടാമത് വാങ്ങിക്കാൻ പറയുന്നത് ഏതാണ്? ഒരു വെള്ള വസ്ത്രം. ശ്രദ്ധിച്ചോ? വെള്ള വസ്ത്രം. കാരണം കറുപ്പാണ് നമുക്ക്, കറുപ്പിന് 7 അഴക്. അതുകൊണ്ട് ഈ അഴകുള്ള, ഈ ഏറ്റവും പ്രശസ്തിയുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സുകൾക്ക് പ്രത്യേക ഒരു കറുത്ത തിളക്കമുണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്, നിങ്ങൾക്ക് നീ വേണ്ടത് വെള്ള വസ്ത്രം. എൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് ഉടുപ്പിച്ച ഒരു നീതിയുടെ അങ്കി ഉണ്ടായിരുന്നു. എൻ്റെ നീതി അത് നിങ്ങൾക്ക് പകർന്നു തന്നിട്ട്, അതായത് സാൽവേഷൻ എന്ന് പറയുന്ന ആ വലിയ ഒരു ദൈവക്രോധത്തിൽ നമ്മളെ രക്ഷിക്കുന്ന ആ ക്രിസ്തുവിന്റെ നീതിയുടെ അങ്കി നമ്മളെ ധരിപ്പിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇത് ഇനി നീ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കൊള്ളുക. അതാണ് സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ ദൈവവചനത്തിൽ എല്ലാ ദിവസവും ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? വചനം വെള്ളം പോലെ, അല്ലെങ്കിൽ അത് നമ്മളെ കഴുകി
വൃത്തിയാക്കുവാണ്. നമ്മുടെ ഈ വസ്ത്രത്തെ, ഈ വെള്ളയാവുന്ന അങ്കിയെ കഴുകി വൃത്തിയാക്കുവാണ്. ഇവിടെ വൃത്തികേടായെന്ന് മാത്രമല്ല, ഈ വസ്ത്രം ലാവോദീസ്യക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ തുണിയില്ലാതെ നിൽക്കുകയാണ്. അപ്പൊ ദൈവം പറഞ്ഞു, ഇനി നേരത്തെ ഫ്രീ ആയിരുന്നു, എൻ്റെ മകന്റെ രക്തത്തിന്റെ വില കൊടുത്ത് വളരെ ഫ്രീ ആയിട്ട് തന്നത്, ഇനി നിനക്കൊരു വില കൊടുക്കേണ്ടി വരും. ഇതിന് യു വിൽ ഹാവ് ടു പേ എ പ്രൈസ്. അത് നിന്റെ കറുത്ത ഡ്രസ്സൊന്നും പറ്റത്തില്ല, വെള്ള വസ്ത്രം തന്നെ എന്നും പറഞ്ഞ് നാളെ വെള്ളയും ഇട്ട് നടക്കണ്ട. ഈ ലോകത്തെ വെള്ളയല്ല. ഇത് ക്രിസ്തുവിന്റെ രക്തത്തിൽ മുക്കിയ വെള്ള വസ്ത്രം. അതിനും നമ്മൾ വളരെ ലാഘവത്തോടെ ആ വസ്ത്രം ഉരിഞ്ഞു വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഈ ലോകത്തിന്റെ പല കാര്യങ്ങൾക്ക് ഈ വെള്ള വസ്ത്രം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ട് പലരും നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, ദൈവത്തിന്റെ ജനമാണോ എന്ന് ചോദിക്കാതിരിക്കാൻ അത് ഊരി വെച്ചിട്ട് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയോ? ഈ ലോകത്തിൽ വലുതാവുവാൻ വേണ്ടി അത് ഊരി വിറ്റോ? എന്തു തന്നെയാണെങ്കിലും ലാവോദീസ്യയ്ക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വാങ്ങിക്കാൻ പറയുന്നത്, അല്ലേ? പിന്നെ എന്താണ് പറഞ്ഞത്? അതിന്റെ വെളിപാടിന്റെ 19-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. വെളിപാടിന്റെ 19-ാം അധ്യായം 8-ാം വാക്യം, ശോഭയുള്ളതും നിർമ്മലവുമായ വിശേഷ വസ്ത്രം ധരിക്കാൻ അവൾക്ക് അനുവാദം ലഭിച്ചു. കാരണം വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. അതായത് ലാവോദീസ്യയ്ക്ക് ദൈവത്തിന്റെ നീതി പ്രവൃത്തികൾ ചെയ്യാൻ സമയമില്ലായിരുന്നു. ദേ വർ വെരി ബിസി മേക്കിംഗ് മണി. വളരെ ബിസി ആയിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വിട്ടിരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓക്സ്ഫോർഡിൽ വിട്ടിരിക്കുന്നു, നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അവിടെ വിട്ടിരിക്കുന്നു, ഇന്റർനാഷണൽ സ്കൂൾസിൽ വിട്ടിരിക്കുന്നു. അവർക്കവിടെ ഫീസ് അടയ്ക്കണ്ടേ? നമ്മൾ ഉണ്ടാക്കിയ വീടുകൾ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് AC, അതിനുള്ള കാശ് ആരും അതിന് ഓടണ്ടേ? നമ്മുടെ കാറുകൾ ഇലക്ട്രിക് കാറുകളായി മാറി. പക്ഷെ വില കൂടി, അറിയാമോ? ഈ സാധനങ്ങൾക്കെല്ലാം വില കൂടി, വെജിറ്റബിൾസിന് പോലും വില കൂടി, പെട്രോളിന് വില കൂടി. ഇതൊക്കെ ആര് അടയ്ക്കും? ഇതൊക്കെ വലിയ നമുക്ക് ഈ ജീവിച്ചു പോകണ്ടേ? അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഓടി. ദൈവം പറഞ്ഞു, എന്നിട്ട് നിന്റെ വസ്ത്രം അവിടെ, അത് എന്താണെന്ന് അറിയത്തില്ല, അതില്ല. അതായത് ദൈവത്തിന്റെ നീതി പ്രവൃത്തി ചെയ്യാൻ ഈ സഭയ്ക്ക് യാതൊരു ഉത്സാഹമില്ലായിരുന്നു. എന്തിന് ബ്രദർ ഒന്ന് വരാമോ? ബിസിനസ് വിട്ടിട്ട് വരാനോ? ഒരു ദിവസം എനിക്ക് കോടികളാണ് വരുന്നത്, അത് വിട്ടിട്ട് വരാനോ? ബ്രദർ ഒന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാമോ? പ്രാർത്ഥനയ്ക്കോ? പ്ലീസ് ബ്രദർ, നിങ്ങൾ സമയമുള്ളവർ ചെയ്തോളൂ. ലാവോദീസ്യ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണും, ബ്രദർ നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും പറയാറില്ല, അന്യോന്യം പറയാറില്ലേ, പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ആരും പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥനയിൽ നമ്മൾ വളരെ വി വിൽ റിമെമ്പർ യു ഇൻ പ്രയർ, ഭയങ്കര ഇമോജിയൊക്കെ വെച്ച്. ലാവോദീസ്യ അങ്ങനത്തെ നല്ലൊരു സഭയായിരുന്നു. ഇമോജിയിൽ മാത്രം വിശ്വസിക്കുന്നു. പ്രവൃത്തി സീറോ പ്രവൃത്തി, ഹോൾ ഇമോജി, അല്ലേ? വെറും വെടിയും പുകയും. ഓക്കെ, ദൈവം അത് പൊക്കി. എന്നിട്ട് പറഞ്ഞു, വസ്ത്രമില്ല, വാങ്ങിക്കണം, നീതി പ്രവർത്തികൾ ചെയ്തു തുടങ്ങണം, അതിന് ഇനി സമയം പിടിക്കും. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞേ? ഓയിൻമെന്റ്, അല്ലേ? ഫേമസ് അല്ലേ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ? അപ്പോൾ അവിടുത്തെ മെഡിക്കൽ കോളേജുകൾ ഓയിൻമെന്റിൽ വളരെ വളരെ ഫേമസ് ആയിരുന്നു. ദൈവം പറഞ്ഞു, ഇനിയേ നിന്റെ കണ്ണിന് കംപ്ലീറ്റ് പോയിരിക്കുക, അതിന് ഇനി ഒരു ഓയിൻമെന്റ് ഇടണം, അത് എൻ്റെ ഇത് വാങ്ങിക്കണം. ഈ ഓയിൻമെന്റ് ഏതാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെയാണ് തുറക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ ഇനി നിനക്ക് വേണമെങ്കിൽ നിനക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വരും ലാവോദീസ്യയെ. ഇതിനെ നീ തള്ളിക്കളഞ്ഞു. പരിശുദ്ധാത്മാവ് തോറും നിന്നെ വചനത്തിൽ നിർത്താൻ നോക്കി, നിന്നെ വൃത്തിയിൽ നിർത്താൻ നോക്കി. നീ പല പല കാര്യങ്ങൾ ഇടപെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു, ആ വഴി പോകരുത് മകനെ, ഈ ലോകത്തിലെ കെണിയിൽ വീഴരുത് മകനെ, ഈ ധനവും പ്രശസ്തിയും ഇതിനു മുമ്പിൽ ഓടാതെ നീ വരാനിരിക്കുന്ന രാജ്യത്തിന്, നീ വിശ്വസിക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്ക്, അവിടത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് തന്നെ വേണം ആ ഓയിൻമെന്റ് ഒഴിക്കാൻ. അതായത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39. യേശു പറഞ്ഞു, കാണാത്തവൻ കാണുവാനും കാണുന്നവർ അന്ധരാകുവാനും ന്യായവിധിക്കാൻ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലേ ആ വേഴ്സ്? ഒന്നുകൂടെ പറയാം. കാണാത്തവർ കാണുവാനും കാണുന്നവർ അന്ധരാകുവാനും ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു. ഈ കാണുന്നവരെ എന്തിനാണ് അന്ധരാക്കിയത്? മറ്റേത് മനസ്സിലാക്കാം, കാണാത്തവരെ കാണുവാനും, അല്ലെ? അനേകം കണ്ണ് കാണാത്തവരെ ദൈവം യേശുക്രിസ്തു സൗഖ്യമാക്കി. അത് പക്ഷേ ഫിസിക്കൽ മാത്രമായിരുന്നില്ല, സ്പിരിച്വലും കൂടിയായിരുന്നു. ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾ
ഈ ലോകത്തിലെ പല പല കാര്യങ്ങൾ നിങ്ങളെ അന്ധരാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനെ അറിയാതെ നിങ്ങൾ അന്ധതയിൽ നിൽക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അന്ധത മാറ്റി നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. എന്നാൽ കണ്ണ് തുറന്നിരുന്നിട്ടും ദൈവ കാഴ്ച നൽകിയിട്ടും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും കണ്ണ് കാണാത്തത് പോലെ നടത്തവരെ ദൈവം പറയുന്നു, നിനക്ക് ഇനി കണ്ണ് കാണുകയില്ല. നമ്മൾ ഏത് കൂട്ടത്തിൽ വരും? നമ്മുടെ കണ്ണുകൾ ഇന്ന് പ്രകാശിക്കുന്നുണ്ടോ? നമുക്ക് ഇന്ന് ആത്മീയമായ കണ്ണുകൾ ലഭിച്ചിട്ടുണ്ടോ? ആത്മീയ കാര്യങ്ങൾ ഉത്സാഹമുള്ളവരാണോ? അതോ നമ്മുടെ ഉത്സാഹങ്ങൾ ഈ ലോകത്തിലെ ധനം കിട്ടുമ്പോൾ മാത്രമാണോ? ഈ ലോകത്തിലെ പ്രശസ്തി കിട്ടുമ്പോഴാണോ? പേരും പെരുമയും കിട്ടുമ്പോൾ മാത്രമാണോ നമ്മുടെ കണ്ണ് പ്രകാശിക്കുന്നത്, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്? അതോ ഈ വരാനിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഓടുമ്പോൾ ആ വചനത്തിൽ ഇരുന്ന് ആരോടും പറയാതെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് നിങ്ങൾ മണിക്കൂറുകളോളം ദൈവവചനമായിട്ട് ഇരുന്ന് കിട്ടുന്ന മുത്തുകൾ കൊണ്ട് അവിടെ അത് സ്വർണത്തേക്കാൾ വില കൊടുത്ത് അത് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ ഇത് ഞാൻ സ്വർഗത്തിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്ന് അങ്ങനെ ധനികരാണോ? ഏത് രീതിയിലാണ് നിങ്ങളുടെ കണ്ണിന്ന് പ്രകാശിക്കുന്നത്? നമുക്ക് ലവോദീസ്യ നോക്കി ചിരിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരുപക്ഷെ നമ്മളെല്ലാവരും ആ ലവോദീസ്യയിലെ മെമ്പർ ആകാം. നമുക്ക് തിരിച്ച് ആ കത്തിലേക്ക് വരാം, അല്ലേ? അപ്പൊ എന്തിനാ ഇതൊക്കെ ദൈവം പറയുന്നത്? ദൈവത്തിന്റെ ഒരു കാരണമുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട്, അല്ലെ? ഇത് വിലയ്ക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം പറയുന്നത് 19 എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഉത്സാഹ കുറവില്ലാത്ത ലവോദീസ്യ സഭയെ പോലും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. അതായത് എത്രയും പെട്ടെന്ന് നിന്റെ ചിന്താഗതികളും നിന്റെ ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് മാറ്റ്. ഈ ലോകത്തിന് വേണ്ടിയുള്ള ഓട്ടം നീ നിർത്ത്. ദൈവരാജ അത് നിനക്ക് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി ദൈവവചനത്തിലേക്കും ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നീ സമയം ചെലവഴിക്കുക. അതവിടെ പറയുന്നത്. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിട്ടിരിക്കുക, മാനസാന്തരപ്പെടുക, ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ഇത് Behold, I stand at the door and knock. If any man hear my voice and open the door, I will come into him and will sup with him and he with me. ഈ ഒരു വേഴ്സ് ഉണ്ടല്ലോ, ഇത് ലോകത്തെമ്പാടും സുവിശേഷം പറയാൻ ഉപയോഗിക്കുന്ന ഒരു വേഴ്സാണ്. അവിശ്വാസികളോട് സുവിശേഷം പറയാൻ ഞാൻ അനേകം ദേവദാസന്മാർ പറയുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ട് വേഴ്സാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇത് അവിശ്വാസികളുടെ അടുത്തല്ല ദൈവം പറയുന്നത്. യേശു ക്രിസ്തു പറയുന്നത്, നീ സഭയ്ക്ക് ഞാൻ സഭയുടെ പുറത്താണ്. ലവോദീസ്യ അവിടെ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അവിടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം വെളിയിൽ നിൽക്കുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട്. അതായത് സഭ മൊത്തം ആ ശബ്ദം കേൾക്കും എന്ന് യേശുക്രിസ്തു വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിൽ ഒരാളെങ്കിലും കേട്ടാൽ ആ സഭയ്ക്ക് ഒരുപക്ഷെ രക്ഷയുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളൊരു സഭ മൊത്തം അത് കേൾക്കാൻ വേണ്ടി നിൽക്കണ്ട. അതിൽ ഒരാളെങ്കിലും കേട്ടിട്ട് ആ വാതിൽ തുറന്നാൽ ആ സഭയിൽ ക്രിസ്തു ഇല്ല, എന്നാൽ എവിടെയോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ തോന്നിയിട്ട് ആ വാതിൽ മുട്ടുന്നതായിട്ട് തോന്നിയിട്ട് പോയി തുറന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്രിസ്തു അകത്ത് വന്ന് ആ സഭയ്ക്ക് വലിയൊരു രക്ഷ ഉണ്ടായിരിക്കാം. പക്ഷെ അത് സഭ മൊത്തം കേൾക്കും എന്ന് പറയുന്നതേ ഇല്ല. അതുകൊണ്ട് ചിലപ്പോൾ ദൈവത്തിന്റെ സ്വരം സഭ മൊത്തം ഒന്നിച്ച് കേൾക്കണം ഒന്നും നിർബന്ധമില്ല. അത് ചിലര് ദൈവത്തിന്റെ സ്വരം കേട്ടിട്ട് ആ വാതിൽ പോയി തുറക്കും. അത് ഒരു പക്ഷേ ആ സഭയ്ക്ക് തന്നെ വലിയൊരു വിടുതലായിരിക്കും അത്. അപ്പോൾ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വളരെ ദയനീയമായ അവസ്ഥയാണ്. ലവോദീസ്യ സഭയുടെ പുറത്താണ് യേശുക്രിസ്തു. അവിടെ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോട് കൂടെയും അത്താഴം കഴിക്കും. അപ്പൊ അങ്ങനെ പോയി തുറന്നു കൊടുക്കുന്ന ആ വ്യക്തിക്ക് എന്തൊരു വാട്ട് എ നൈറ്റ് വിൽ ബി, അല്ലേ? ദൈവം പറയുന്നത്, നമ്മൾ ഒരു ഡിന്നറിന് പോവുക, നീ ഒന്ന് തുറന്നല്ലേ, നീ എൻ്റെ സ്വരം കേട്ടല്ലേ. ആ സഭ മൊത്തം വേറെ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ നീ എൻ്റെ ബാക്കിൽ നിന്ന് എന്നെ വിളിച്ചു, എൻ്റെ കൊട്ട് നീ കേട്ടു. അതുകൊണ്ട് നിനക്ക് മാത്രമല്ല സഭയ്ക്ക് തന്നെ വിടുതല്. പക്ഷെ നിനക്കൊരു സ്പെഷ്യൽ കാര്യമുണ്ട്. ഇന്ന് നീ എൻ്റെ കൂടെ ഇരുന്ന് അത്താഴം കഴിക്കും. നമ്മൾ പല പ്രൊമോഷൻ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഈ ലക്കി ഡ്രോയിൽ നിന്ന് കഴിഞ്ഞാൽ ഷാറുഖ് ഖാന്റെ കൂടെ ഒരു കോഫി വിത്ത് ഷാറുഖ് ഖാൻ, കോഫി വിത്ത് മോഹൻലാൽ, കോഫി വിത്ത് മമ്മൂട്ടി. ഇവിടെ ഞാൻ പറയട്ടെ, സ്പെഷ്യൽ ഓഫർ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ ഡിന്നർ വിത്ത് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്.
നിങ്ങൾക്കത് ആകർഷണമായിട്ട് തോന്നുന്നുണ്ടോ? ബിസി ആയിരിക്കും അല്ലേ, സ്വർണം ഉണ്ടാക്കാനും സ്വർണം ഊതിയെടുക്കാനും ഈ ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കുവാനും. അതിലും വളരെ വളരെ ബിസി ആയിട്ട് നടക്കുന്നവർക്ക് ആ കൊട്ട് കേൾക്കത്തില്ല. ചിലപ്പം ആ സഭയുടെ അവസ്ഥ ഓർത്ത് നിരാശയോടെ കരഞ്ഞുകൊണ്ട് ബാക്കിൽ നിൽക്കുമ്പോൾ ആ കൊട്ട് കേട്ടവൻ, ആഹാ, അവന് അന്ന് രാത്രി ഡിന്നർ വിത്ത് ലോർഡ് ആൻഡ് സേവിയർ. ആ ഡിന്നർ നമുക്ക് കഴിക്കണ്ടേ? യെസ്. അപ്പോൾ ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ദിസ് ഇസ് എ ഫിനോമിനൽ പ്രോമിസ്. ഇതൊരു ചെറിയ പ്രോമിസേ ഇല്ല. ടു ഹിം ദാറ്റ് ഓവർകമത്ത് ഐ വിൽ ഗ്രാന്റ് ടു സിറ്റ് വിത്ത് മീ ഇൻ മൈ ത്രോൺ. ആരുടെ ത്രോൺ? യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ. യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഞാൻ ജയിച്ച എൻ്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനം ഇരുന്നത് പോലെ തന്നെ. അതായത് യു ആർ ഗോയിങ് ടു റൂൾ ആൻഡ് റെയിൻ വിത്ത് മീ. നീ എന്നോട് കൂടെ വാഴും. നേരത്തെ വേറൊരു സഭയോട് പറഞ്ഞു, നിന്നെ പരീക്ഷിച്ചവർ, ചൂഷണം ചെയ്തവർ, അവർ നിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എവിടെയാ മുട്ടുകുത്തുന്നത്? കാരണം എന്താ? നിങ്ങൾ ആരുടെ കൂടെ ഇരിക്കുക? നിങ്ങൾ ഈ ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ കൂടെ ഇരിക്കുകയാണ്. അവർ ആ ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ക്രിസ്തു പറയുന്നു, ഈ ജയിച്ചത് ആർക്ക് വേണ്ടിയെന്നറിയോ? നിനക്ക് വേണ്ടി. നിന്നെ അടിച്ചവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ തകർത്തവർ, നിന്നെ കൊന്നവർ, നിന്നെ വെറുതെ തള്ളിക്കളഞ്ഞവർ, നീ ദൈവത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ അവര് പലതും പറഞ്ഞ് നിന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് നിന്നെ നശിപ്പിക്കാൻ നോക്കിയവർ, അവരാണ് ഇന്ന് നിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. ആ സിംഹാസനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് ആ ക്രിസ്തുവിന്റെ കൂടെ ഈ ജയിച്ചു വരുന്നത്. അതായത് നമ്മൾ ഓരോരുത്തർക്കും ഒരു അവസരമുണ്ട്. ജയിച്ചു വരുന്നവന് ആ സിംഹാസനത്തിൽ കൂടെ ഇരുന്ന്, യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വാഴുവാൻ. അത് ലോകത്തിലെ ഒരു ശക്തിക്ക് വരെ തകർത്തുവാൻ കഴിയില്ല. നോ പ്രിൻസിപ്പാലിറ്റീസ്, നോ റൂളേഴ്സ്, നോ അതോറിറ്റീസ്, നോ പവേഴ്സ് ഇൻ ഡാർക്ക്നെസ്, നത്തിങ്. അത് എന്ത് തന്നെ വന്നാലും നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ലോകശക്തിക്കും നിങ്ങളെ അവിടെ നിന്ന് ഊരുവാൻ സാധ്യമല്ല. അത് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ടോ? ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് ഇത് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനം ഇരുന്ന പോലെ. അതായത് ക്രിസ്തു ജയിച്ചു വന്നു. ജയിച്ചു വരുന്നവനാണ് ആ സിംഹാസനം. അല്ലാതെ ഇവിടെ ലൗദീസികർ തോറ്റുപോയി. ഈ തുണിയില്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ തോറ്റുപോയി എന്നുള്ളതാണ്. ഇറ്റ് ഇസ് എ ഹ്യൂമിലിയേഷൻ. ജയിച്ചു വരേണ്ടടുത്ത് തോറ്റുപോയി ലൗദീസിയ സഭ. ഇന്ന് അനേകം സഭകൾ തോറ്റുപോകുന്നുണ്ട്. പക്ഷെ അവരുടെ സ്വന്തം കണ്ണിൽ അവർ വളരെ മുന്നേറുകയാണ്. പക്ഷെ ദൈവവചനമോ ദൈവത്തിന്റെ ആത്മാവോ ആ സഭയിലില്ലെങ്കിൽ അവർ തോറ്റുപോകും. നിങ്ങൾ വിചാരിക്കും നമ്മൾ ചെറിയൊരു സഭയാണ്, നമുക്ക് വലിയ ഫണ്ടും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ശരിക്കും തോൽവിയിലാണ്. നിർബന്ധമില്ല. ദൈവത്തിനെ നമ്മെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ നീതി പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആഗ്രഹവും പിതാവിന്റെ ഹിതം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദരിദ്രരല്ല, നിങ്ങൾ ധനവാനാണ്. നിങ്ങളെ യേശുവിന്റെ ആ അങ്കി നിങ്ങൾ വളരെ വിശ്വസ്തയോടെ കഴുകി ആ സഭയും വളരെ വിശ്വസ്തയോടെ അത് കാത്തു പരിപാലിച്ചാൽ നിങ്ങൾ അന്ധരല്ല, നിങ്ങളുടെ കണ്ണ് പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് ആ പ്രകാശം നൽകിയത്? പരിശുദ്ധാത്മാവ് തന്നെ. അംഗസംഖ്യ വെച്ച് നിങ്ങൾ നിങ്ങളുടെ സഭയെ അളക്കല്ലേ, ഫണ്ടിങ് വെച്ച് നിങ്ങളുടെ സഭയെ അളക്കല്ലേ, നിങ്ങൾക്ക് സഭയുടെ ഹാളിന്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സഭയെ അളക്കല്ലേ, സഭയ്ക്കുണ്ടെന്ന ഏക്കർ കണക്കിന് സ്ഥലത്തും വെച്ച് നിങ്ങൾ നിങ്ങളുടെ സഭയെ അളക്കല്ലേ. അളക്കേണ്ടത് ആത്മാവിന്റെ അളവ് കോൽ വെച്ച്. ആ ആത്മാവിന്റെ കണ്ണുകൾ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. അപ്പൊ ഇവിടെ താഴോട്ട് വരുമ്പോൾ ആത്മാവ് ഏറ്റവും അവസാനം എല്ലാ കത്തുകളും അവസാനിക്കുന്ന പോലെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ അതിന്റെ 7 ഡിസൈനുകൾ വന്നു അല്ലെ. ഒന്ന് സഭ ലൗദീസിയ. 2 ടൈറ്റിൽ ഉണ്ടായിരുന്നു, ദ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ വിറ്റ്നസ് അല്ലെ. മൂന്നാമത്തെ കൺസേൺസ് പറഞ്ഞു. ഏതാ? നീ ശീതളാനുമല്ല, നീ തണുപ്പുമില്ല, ചൂടുമല്ല, നിന്നെ ഞാൻ തൊപ്പിക്കളയും. എന്നിട്ട് അതിനുള്ള കമന്റേഷൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പെർട്ടേഷൻ പറയുന്നുണ്ട് 3 കാര്യങ്ങൾ വാങ്ങിക്കാൻ. ഏതൊക്കെയായിരുന്നു? 1 സ്വർണം, 2 വസ്ത്രം, 3 കണ്ണിലൊഴിക്കുന്ന ലേപം. ഇത് 3 വളരെ അത്യാവശ്യമാണ്. ഏറ്റവും അവസാനം പ്രോമിസ് ടു ദ ഓവർകമർ, ജയിച്ചു വരുന്നവന് ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. എന്താണ് ആ വാഗ്ദത്തം? എൻ്റെ സിംഹാസനത്തിൽ എന്നോട് കൂടെ ഇരിക്കുന്നുള്ളത്. ഏറ്റവും അവസാനം ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭ പറയുന്നത് എന്തെന്ന് ഇന്ന് ചെവിയുള്ളവർ എല്ലാം കേൾക്കട്ടെ. ഇന്ന് ഈ ചെവി എൻ്റെ വചനം കേൾക്കുന്ന, എൻ്റെ വചനമല്ല എൻ്റെ സ്വരം കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ ആത്മാവ് പറയുന്നത് എന്ത് എന്ന് കേൾക്കട്ടെ. അപ്പൊ ഇതിലൊരു കാര്യമില്ല. 7 ഡിസൈൻ ഉണ്ടായിരുന്നു, ഞാനിതിൽ 6 പറഞ്ഞുള്ളൂ.
മിസ്സിംഗ് ആയിട്ടുള്ളത് ഒരു കാര്യമുണ്ട്. ഇവരെക്കുറിച്ച് ഒരു നല്ല കാര്യം പോലും പറഞ്ഞില്ല. 2 സഭയെക്കുറിച്ച് ഒരു നല്ല കാര്യവും പറഞ്ഞില്ല. ഒന്ന് സാർഡിസ്. അവരുടെ ഏകദേശം സഭ ഇതുപോലെ ആയിരുന്നു അല്ലേ? അതിൽ ഒട്ടുമുക്കാലും പേരും മരിച്ചു പോയായിരുന്നു. നിങ്ങൾ യു ആർ ഡെഡ്. അതിൽ വളരെ കുറച്ച് ശേഷിപ്പിക്കുന്നവരെ ജീവിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഏകദേശം അതേപോലെയാണ് ഇതിൽ ആരെങ്കിലും ഒരാള് ചെവി ഉണ്ടെങ്കിൽ അവൻ വന്ന് ആ കൊട്ടുന്നത് കേട്ടിട്ട് ദൈവം കൊട്ടുന്നത് കേൾക്കുന്ന ആ വാതിൽക്കൽ മുട്ടുന്നത് കേട്ടിട്ട് വന്ന് തുറക്കട്ടെ എന്നാ പറയുന്നത്. ഏകദേശം വളരെ സാമ്യമുണ്ട് ആ 2 സഭകളിലും. കൊലോസിയെ വെച്ച് തന്നെ എഴുതുമ്പോൾ തന്നെ പൗലോസിന് വളരെ കൺസേൺഡ് ആയിരുന്നു ലാവോദീസിയെ കുറിച്ച്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. ഇന്നും ലാവോദീസിയ എന്ന ആ സ്ഥലം അവിടെ വെറും അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ, വെറും റൂയിൻസ് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ സിറ്റുവേഷൻ എന്താണ് സഭയെ? നമുക്കിത് വളരെയേറെ ഇന്ന് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഇന്ന് നമ്മൾ 7 സഭകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എവിടെയാണ്? നമ്മൾ ആസ് എ ചർച്ച് എവിടെയാണ്? നമ്മൾ ആസ് എ ഇൻഡിവിജ്വൽ എവിടെയാണ്? നമ്മൾ ആസ് എ ഫാമിലി എവിടെയാണ്? ഇത് ഏത് സഭയുടെ സ്വഭാവം? നമ്മൾ ഇല്ല ചിലപ്പോൾ ഈ പല സഭകളുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന 7 സ്വഭാവയുടെ ദൂഷ്യങ്ങളാകാതിരിക്കട്ടെ. അതായത് 7 സഭകളുടെ മോശമായിട്ട് പറഞ്ഞതാണ് നമ്മളെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. സഭ വളരെ എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെടുക എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അല്ലേ? അതല്ല എൻ്റെ സ്വഭാവ ഗുണങ്ങളിലേക്കാണ് നിങ്ങൾ വന്നെങ്കിൽ വെൽ ഗുഡ്, വെൽ ഡൺ. അതിൽ വീണ്ടും ഉറച്ചു പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ ഈ 7 സഭകളുടെയും ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സെഷൻ നോക്കിയിട്ട് നമുക്ക് അതിനായിട്ട് വേണമെങ്കിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഓവർ ദ 7 ചർച്ചസ് നമുക്ക് ചെയ്യാം, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത തുടങ്ങുന്നത് സംഭവിപ്പാനുള്ളത്, അതാണ് അടുത്ത എഴുതാനുള്ളത്. അതായത് ആദ്യം കണ്ടത് എഴുതാൻ പറഞ്ഞു, ഇപ്പോൾ ഉള്ളത് ആണ് ഈ 7 സഭ, ഇനിയുള്ളത് സംഭവിക്കാനുള്ളത്. അത് തുടങ്ങുന്നത് തന്നെ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിനെ കുറിച്ച്, ദ ത്രോൺ ഓഫ് ദ യൂണിവേഴ്സ്, അതാണ് 4-ാമത്തെ അധ്യായം. അവിടെയാണ് തുടങ്ങുന്നത്. തുടക്കം വളരെ അടിപൊളിയാണ്. ദ ത്രോൺ ഓഫ് ദ യൂണിവേഴ്സ്, ദൈവത്തിന്റെ സിംഹാസനത്തിനെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ തുടക്കം. നമുക്ക് അത് മുന്നോട്ടുള്ളത് ആ ബൈബിൾ സ്റ്റഡി നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഈ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് അത് ചെയ്യാം. പക്ഷേ ഇത് തന്നെ ഇനഫ് മെറ്റീരിയൽ. ഇത് വളരെ ഇത്രയും ഡീറ്റെയിൽഡ് എടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഇത് മനസ്സിലാക്കാതെ സംഭവിക്കാനുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, നമ്മുടെ ഇപ്പോഴത്തെ ഡയഗ്നോസിസ് അത് കറക്റ്റ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി സംഭവിക്കാനുള്ളതിലെല്ലാം നമ്മൾ PhD എടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം നമ്മൾ കുരുടൻ എന്നുള്ളതാണ് ഡയഗ്നോസിസ് എങ്കിൽ ഈ കുരുടൻ സംഭവിക്കാനുള്ളതെല്ലാം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നഗ്നനാണെന്നുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ ഇനി സംഭവിക്കാനുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ആദ്യം മാനസാന്തരപ്പെടുക, നിന്റെ വഴികൾ മാറ്റുക, ദൈവവചനത്തിൽ ഇരുന്നു കൊണ്ട് ആ സ്വർണം നിങ്ങൾ എടുക്കുക, നീതി ആ വചനത്തിൽ നിന്ന് കിട്ടുന്ന ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നീതി പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിൽ നിങ്ങൾ വെണ്മയോട് നിങ്ങൾ സൂക്ഷിക്കും. നിങ്ങൾ പാപത്തെ വിട്ടകന്ന് നീതിയിൽ കൂടെ നിൽക്കും. നിങ്ങൾ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകും. നിങ്ങളുടെ കണ്ണ് ധനത്തിലോ ഈ ലോകത്തിലെ സമ്പന്നനാലോ പ്രശസ്തിയിലോ ആവുകയില്ല. നിങ്ങളുടെ കണ്ണ് വരാനിരിക്കുന്ന രാജ്യത്തിലെ നിക്ഷേപങ്ങളിലേക്ക് തന്നെ പോകും. അത് അങ്ങനത്തെ ഉള്ളവർക്കാണ് ഇനി മുന്നോട്ടുള്ളത് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇത് 7 സഭകളെ കുറിച്ച്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയത്. ഇത് ചിലർക്ക് ബോറിംഗ് ആയിരിക്കാം. ബോറിംഗ് ആയിട്ടുള്ളവർ ഈ മിക്കവാറും ലാവോദിസിയ സഭ പോലെ, എനിക്ക് ഇതിലൊന്നും കാര്യമില്ല. ഓൾ ദ ബെസ്റ്റ് ബ്രദർ, ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഒരു നാൾ ദൈവം മുന്നോട്ട് വന്നിട്ട് ഐ നോ യുവർ വർക്ക്സ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറയുമ്പോൾ അന്ന് ഇച്ചിരി ലേറ്റ് ആയി പോകും. അതുകൊണ്ട് ഇന്ന് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സമയം എടുത്ത് ഈ 7 സഭകൾ ഒന്നും കൂടെ ഇരുന്ന് പഠിക്കുക. ആ ഓരോ സഭയ്ക്കും കിട്ടിയ താക്കീതുകൾ എന്തായിരുന്നു, ഓരോ സഭയ്ക്കും കിട്ടിയ ആ വാഗ്ദത്തങ്ങൾ, ജയിച്ചു വരുന്നവന്റെ വാഗ്ദത്തങ്ങൾ എന്തായിരുന്നു ആ പ്രത്യേകത, ആ വാഗ്ദത്തങ്ങൾ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും. അത് ഈ സഭകൾക്ക് മാത്രം പറഞ്ഞതല്ല എന്ന് നമുക്ക് ഓരോരുത്തരറിയാം. ചെവിയുള്ള ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. എനിക്കൊരു ചെവി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം എനിക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നല്ല രീതിയിൽ ഓടാം. നല്ല രീതിയിൽ നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിതം, സ്പിരിച്വൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഈ ഓട്ടം ഓടുവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ തളർന്നു പോകും. നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ സ്പിരിച്വൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹാബിറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഓട്ടത്തിൽ നമ്മൾ ജയിക്കുക തന്നെ വേണം വരാനിരിക്കുന്ന രാജ്യത്തിന്. അതിനുവേണ്ടി എല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അതിനെ തള്ളിക്കളയുന്നതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ഇന്ന്
7 സഭകൾ പൂർണ്ണമാകുന്നു. ഇത് സ്വർണത്തെക്കാൾ വിലയുള്ളതാണോ? തങ്കത്തെക്കാൾ, തേൻ കട്ടിയേക്കാൾ വിലയുള്ളതാണോ? അതോ ഇത് നമ്മുടെ പാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണോ? ഐ ലീവ് ഇറ്റ് അപ് ടു യു. നിങ്ങൾ ആരും കാണാതെ, നിങ്ങൾ ആ ബൈബിൾ എടുത്ത് രാത്രിയായാലും രാവിലെ ആരും അറിയാത്ത നിമിഷത്തിൽ നിങ്ങൾ ഇരുന്ന് മണിക്കൂറുകളോളം ചെലവഴിച്ച് അതിൽ പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാക്കും. എന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന രാജ്യത്ത് വലിയ നിക്ഷേപങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ലോകം നിങ്ങളോട് പറയും, നീ ദരിദ്രനാണ്, അയ്യോ നിനക്ക് കണ്ണൊന്നും കാണുന്നില്ലേ, നിനക്ക് ലോകത്ത് വലിയവനാകണ്ടേ. ആ ലോകത്തോട് പറയണം, ഞാൻ വലിയൊരു ലോകത്തിലേക്ക് ഞാൻ നിക്ഷേപം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ കുരുട്. ഈ കർത്താവിനെ നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് വേണ്ടി നിൽക്കുന്ന ഈ ക്രിസ്തുവിനെ അറിയാമോ? രാജാവിനെ അറിയാമോ? ആ രാജാവിന് വലുത് ഇതാണ്. സഭകൾ പോലും അത് മറന്ന് കുരുടിലും നഗ്നതയിലും മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ജനമേ, നമുക്ക് ഉണരാം. ഈ രാജാവിനെ നമുക്ക് അവന്റെ കൂടെ വാഴുവാൻ 1000-year റൂൾ, അതാണ് വരാൻ പോകുന്നത് ഇനി വെളിപാടിന്റെ പുസ്തകങ്ങളിൽ. there is a millennium rule. യേശു ക്രിസ്തു ഈ ഭൂമി 1000 ആണ്ട് വാഴും. അന്ന് നിങ്ങൾ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുമോ, അതോ അങ്ങ് വളരെ ഏക്കർ കണക്കിന് കിലോമീറ്റർ ദൂരെ ആയിരിക്കുമോ എന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആണെങ്കിലും ഇനിയും സമയമുണ്ട്. മാനസാന്തരപ്പെടുക, ജാഗ്രതയുള്ളവർ ആകുക. ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ആ സ്വർണം എടുത്തുകൊണ്ട് അതിൽ കിട്ടുന്ന ഓരോന്നും കൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഓടാം. അതിനായിട്ട് ഈ ദൈവവചനം നിങ്ങൾക്ക് ശക്തി പകരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. ഹൃദയത്തിൽ അവന്റെ വചനം കൊണ്ട് നിറയ്ക്കട്ടെ. ഈ ലോകവും അതിന്റെ സൗഭാഗ്യങ്ങളോട് നമുക്ക് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം, ഓടാം സഹോദര. പഴയ പാട്ടുകൾ നമുക്ക് കേട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം, ഓടട്ടെ നാടെങ്ങും ഞാൻ പാട് സഹിച്ചിടുവാൻ. ആ പാടിൽ നിന്നാണ് നമുക്ക് ഇനി സ്വർഗത്തിലെ പല കാര്യങ്ങളും ലഭിക്കുന്നത്. അപ്പോസ്തലൻ പറയുന്നു, ഞാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അപ്പോസ്തലന്റെ എൻ്റെ മാർക്ക് എന്തോന്നറിയാമോ? ഈ ദൈവവേലയ്ക്ക് എനിക്ക് കിട്ടിയ അടികളുടെ എണ്ണം. തിമത്തിയെ, അത് ഓർത്ത് നീ വിഷമിക്കരുത്, അത് ഓർത്ത് നാണകെടുകയും ചെയ്യരുത്. ഐ എം എ പ്രിസണർ ഫോർ ക്രൈസ്റ്റ്. നമുക്ക് ഈ ക്രിസ്തുവിനെ നമുക്ക് തൊട്ടറിയാം. ഒന്നെങ്കിൽ നമ്മൾ ഈ രാജ്യം സത്യമാണ്, ഈ വചനം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ നീതി പുലർത്തി മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഇത് അടച്ചു വെച്ചിട്ട് നിങ്ങൾ ഈ ലോകത്തിലെങ്കിൽ സുഖിക്ക്, വരാനിരിക്കുന്ന ലോകത്തിൽ നിങ്ങൾക്ക് യാതൊരു സുഖവും ഉണ്ടാവില്ല. അത് എലൈജ പറഞ്ഞ പോലെ, ബാലാണ് നിന്റെ ദൈവമെങ്കിൽ നീ ബാലിനെ ആരാധിക്ക്, അതല്ല സത്യദൈവമായ യാഹോവേ ആണെങ്കിൽ നീ യാഹോവയെ ആരാധിക്ക്. ഈ രണ്ടുപേർക്കും നീ യാഗം അർപ്പിക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഒന്നെങ്കിൽ ബാൽ അല്ലെങ്കിൽ യാഹോവേ, അത് നീ തീരുമാനിക്ക്. രണ്ടും കൂടെ നീ നടക്കില്ല. ഹി വിൽ നോട്ട് ഷെയർ ഹിസ് ഗ്ലോറി വിത്ത് ഐഡൽസ് ഓർ വിത്ത് ഫോൾസ് ഗോഡ്സ്. നമുക്ക് ഇന്ന് തീരുമാനം എടുക്കാം. പ്രാർത്ഥിക്കാം നമുക്ക്. സ്വർഗീയ പിതാവേ, വി താങ്ക് യു മൈ ഫാദർ, വി താങ്ക് യു ലോർഡ്. ഇന്ന് തന്ന ഈ സ്വർണത്തെക്കാൾ വിലയുള്ള ഈ വചനത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നപ്പാ. അങ്ങ് തന്ന അങ്ങയുടെ വില പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. തൻ്റെ മകന്റെ രക്തം കൊണ്ട് അത് മുക്കിയെടുത്ത് ആ വില കൊടുത്താണ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നാശത്തിലും നിത്യനരകത്തിലേക്കും പിശാചിന്റെ അടിയിലും കിടക്കേണ്ട നമ്മളെ എന്നേക്കുമായി നീതിയുടെ രാജ്യത്തിലേക്ക് ആ നീതിയെ അംഗീകരിപ്പിച്ചുകൊണ്ട് നമ്മളെ നിർത്തിയതിന് അങ്ങേക്ക് 1000 സ്തുതികൾ കർത്താവേ. പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് അതെല്ലാം മാഞ്ഞ് നമുക്ക് വേണ്ടത് ധനവും ഈ ലോകത്തെ സമൃദ്ധിയും ഈ ലോകത്തിലെ വലിയവരാകുവാൻ വേണ്ടി ആ ഓട്ടത്തിൽ അങ്ങനെ വചനത്തിൽ നിന്ന് അകന്ന്, അങ്ങയുടെ ആത്മാവിൽ നിന്ന് അകന്ന് കുരുടരായി നമ്മൾ ആപത്തിൽ ചെന്ന് വീഴാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങയുടെ വചനം പറയുന്നു, മാനസാന്തരപ്പെടുക, ജാഗ്രതയുള്ളതായിരിക്കുക, ഞാൻ വരുന്നു, ഐ ആം കമ്മിങ്, മൈ കിങ്ഡം വിൽ കം. അതിനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. നിന്റെ നീതി പ്രവർത്തികൾ നീ ചെയ്തു കൊള്ളുക. നിന്റെ ഹൃദയത്തിൽ വചനം കൊണ്ടുള്ള സ്വർണം കെട്ടുക. അത് അടിസ്ഥാനങ്ങൾ, നിന്റെ ഹൃദയത്തിന്റെ അടിസ്ഥാനങ്ങൾ, നിന്റെ ഹൃദയമാവുന്ന ആലയത്തിന്റെ അടിസ്ഥാനം സ്വർണത്തിൽ പണിയുക. ഈ ക്രിസ്തു എന്ന മൂലക്കല്ലിൽ നിങ്ങൾ സ്വർണം കൊണ്ട് പണിയുക. ചൂസ് ദ ഗോൾഡ് ഫ്രം ഹിസ് കിങ്ഡം. അതാണ് ഇന്ന് ദൈവം നമ്മളോട് പറയുന്നത്. ഈ ലോകത്തിന്റെ ധനം നീ വെക്കാതെ അത് തീ കത്തി പോകും, പക്ഷെ എന്റെ ധനമോ അത് എന്നേക്കുമായി നിന്നിൽ നിൽക്കും. അപ്പാ, ഇന്ന് ഈ വചനത്തിനായി സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം ഉണ്ടാവട്ടെ, ഒരു തീ ആളിക്കത്തട്ടെ. ഈ രാജാവ് വരുന്നത് കൊണ്ട് ഞാൻ ഈ
രാജാവിന് വേണ്ടി ജീവിക്കും. ഈ സത്യവചനം കൊണ്ട് ഞാൻ ഓടും, അനേകരിലേക്ക് ഈ വചനം ഞാൻ എത്തിക്കും എന്നുള്ള തീരുമാനങ്ങൾ എടുക്കട്ടെ. സഭ ഉണരട്ടെ അപ്പ. മരിച്ചു പോകുന്ന സഭയല്ല ദ ഫൂളിഷ് ചർച്ച്, ലാവോദീസിയ ദ ഫൂളിഷ് ചർച്ച്. അതുപോലത്തെ ഒരു സഭയല്ല, ഒരു മണ്ടന്മാരുടെ സഭയല്ല. ആ ദൈവത്തിന്റെ വിശുദ്ധി കാത്തുകൊണ്ട് ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന ഒരു സഭയായി ഉണരട്ടെ. സഭകൾ ഉണരട്ടെ അപ്പ. ക്രിസ്തു പുറത്താണോ നമ്മുടെ ഉള്ളിലുണ്ടോ എന്നവർ അന്വേഷിച്ച് തുടങ്ങട്ടെ. ക്രിസ്തു പുറത്തു നിന്ന് കൊട്ടുകയാണോ അത് ഉള്ളിലുണ്ടോ എന്നവർ അന്വേഷിക്കട്ടെ അപ്പ. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു വെളിയിൽ നിന്ന് മുട്ടുകയാണോ അത് ഉള്ളിലാണോ എന്ന് അന്വേഷിക്കട്ടെ അപ്പ. ഇന്ന് ഈ വിളി ലോകത്തിന്റെ ഓരോ അറ്റത്തേക്കും പോട്ടെ അപ്പ. ദൈവത്തിന്റെ ജനത്തിലേക്ക് ഇത് പോട്ടെ. ദൈവത്തിന്റെ ജനം ഒന്ന് ഉണരട്ടെ അപ്പ. ഈ വചനം അവരുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. That is my prayer, O Lord. That is my prayer, that hearts will be turned towards you, towards your kingdom, towards your throne. ആ സിംഹാസനത്തിൽ അവിടെ അങ്ങയുടെ കൂടെ ഇന്ന് വാഴുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കട്ടെ അപ്പ. So we thank you, Father. Thank you, Holy Spirit. We bow down before you. Continue to use us for your glory. In Jesus Christ's mighty and matchless name we pray.